ತಮ್ಮ ಶ್ರವಣೀಯ ಶೈಲಿಯಿಂದ ಪ್ರೇಕ್ಷಕರ ಹೃದಯವನ್ನು ಗೆದ್ದ ಸೌಮ್ಯ ಸ್ವಭಾವದ ಮಾಲೀಕ. So here it's my utmost delightful moment. ഒരു കാര്യം വിട്ടുപോയി, വേഗം പ്രസംഗിച്ച് അവസാനിപ്പിക്കണമെന്നൊക്കെ ബഹുമാനപ്പെട്ട ദാറുൽഹുദയുടെ അഭിമാനഭാചനം സിംസാറുലൊക്കെ ദോവിൻ്റെ പ്രസംഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത്. അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ മറന്നുപോയതാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നേരത്തെ ബഹാവുദ്ദീൻ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വരുന്ന ജനുവരി 10, 11, 12 തീയതികളിൽ ദാറുൽഹുദയുടെ 40ാം വാർഷിക ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ആ പരിപാടിയിലേക്കൊക്കെ നിങ്ങളെല്ലാവരെയും നേരിട്ട് ക്ഷണിക്കാനുള്ളൊരവസരം എന്ന നിലക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തുകയും നിങ്ങളുടെ സജീവമായ സാന്നിധ്യവും സഹായവും സഹകരണവും ഇൻഷാ അല്ലാഹ് ഈ 40ാം വാർഷിക പരിപാടികളിൽ ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നു, ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. So here it's my utmost delightful moment to invite Ustad Simsarul Haq Hudawi to the podium to deliver key speech of the ceremony. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم لك الحمد لما هديتنا لهذا وما كنا لنهتدي لولا أن هديت. اللهم فصل وسلم وزد وبارك على حبيبنا وسيدنا ومولانا قائد الغر المحجلين محمد صلى الله عليه وسلم، صلى الله عليه وعلى آله وأتباعه وأعوانه وأهل بيته وعترته أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الله أنزل من السماء ماء ألم تر أن الله أنزل من السماء ماء فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إنما يخشى الله من عباده العلماء إن الله عزيز غفور. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ നമ്മുടെ ഗുരുനാഥരും പണ്ഡിത ശ്രേഷ്ഠരുമായ ഷെയ്ഖുന ത്വഖ ഉസ്താദ് അവറുകളെ, വേദിയിലിരിക്കുന്ന ദാറുന്നൂർ
എഡ്യൂക്കേഷൻ സെൻറ്റർ കാശിപട്നയുടെ ജീവനാഡികളായ മഹാന്മാരായ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, ഉമറാക്കൾ, ഇവിടുത്തെ ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, അതിലുപരി ഈ മഹത്തായ സ്ഥാപനത്തെ നെഞ്ചിലേറ്റിയ 10 വർഷക്കാലത്തെ ജൈത്രയാത്രയെ ഇത്രയും വിജയകരമാക്കി തീർത്ത നാട്ടുകാരും കർണാടകയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള നമ്മുടെ സഹോദരിമാർ, ഗൾഫ് നാടുകളിലെ നമ്മുടെ പ്രവാസി സുഹൃത്ത് സഹകരിക്കാൻ ദുബൈയിൽ നമ്മുടെ കമ്മിറ്റിയൊക്കെ സജീവമാണ്. ഇവിടെ വന്ന് സ്ഥാപനത്തിൻ്റെ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ മഹാനായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി അൽ ഫൈലി ഉസ്താദ് അവറുകളുടെ വളരെ പക്വവും വിശാലവുമായ കാഴ്ചപ്പാടുകൾ, വൈജ്ഞാനിക രംഗത്തെ വിപ്ലവത്തെ സംബന്ധിച്ച്, ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ ട്രെൻഡിനെ സംബന്ധിച്ചടക്കം പ്രതീക്ഷയുടെ വെളിച്ചം വിതറിയാണ് ഉസ്താദ് അവറുകൾ ഇവിടെ നിന്ന് യാത്ര പിരിഞ്ഞത്. മഹാനായ ഷാഫി ഹാജി അവറുകൾ, കൂടെ ഇസ്ഹാഖ് ബാഖവി ഉസ്താദ്, ദാറുൽ ഹുദയുടെ സാരഥികൾ ഒരുപാട് പേർ ഈ ദാറാനി ബിരുദം വാങ്ങുന്ന നമ്മുടെ 17 പണ്ഡിതന്മാരുടെ ഈ സന്തോഷ മുഹൂർത്തത്തിന് സാക്ഷികളാകാനെത്തിയത് വലിയൊരു സൗഭാഗ്യമായി നമ്മളൊക്കെ കാണുകയാണ്. അല്ലാഹു നമ്മുടെ ദീനീ സംരംഭങ്ങളെ, ദീനീ സ്ഥാപനങ്ങളെ, നമ്മുടെ സംഘടനാ സംവിധാനങ്ങളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ സുന്നി മഹല്ല് ഫെഡറേഷൻ, അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദാറുൽ ഹുദയും അതിൻ്റെ സഹസ്ഥാപനങ്ങളും, ഇന്ത്യയുടെ നാനാ സ്റ്റേറ്റുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്തബ് സംവിധാനങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ചില തർത്തീബുകളാണ്. ആലിമീങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓർക്കുന്ന ഒരു ആയത്ത് ഞാൻ ഈ ഓതിവെച്ച സൂറത്ത് ഫാത്തിറിലെ ആയത്താണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ. ആ ആയത്തിൻ്റെ തൊട്ട് മുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ആകാശത്തിനു താഴെ ഭൂമിക്ക് മുകളിലായി താഴെയായി കിടക്കുന്ന എല്ലാ സർവചരാചരങ്ങളും മനുഷ്യരുടെ പഠനവിധേയമാവേണ്ട വിഷയങ്ങളാണ്. ആ അറിവ് പോലും അള്ളാഹുവിനെ ഭയക്കുന്ന ഒരു പണ്ഡിതനെ വാർത്തെടുക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹു. ശരീഅത്തിന്റെ ഒരു ഇൽമിന്റെ പരിസരത്തല്ല ആ ആയത്തിന്റെ ഭാഗം സൂറത്ത് ഫാത്തിറിൽ കിടക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഓതുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور. ألم ترى നിങ്ങൾ കാണുന്നില്ലയോ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ,
മറ്റൊരിടത്ത് മാഅം മുബാറക, പരിശുദ്ധമായ വെള്ളം, ജലം ആകാശത്ത് നിന്ന് ഇറക്കിത്തരുന്നത് അല്ലാഹുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ? വാട്ടർ സൈക്കിൾ എന്ന് നമ്മൾ പറയും അതിനെ. ജലാശയങ്ങളിലെ വെള്ളം ഇവാപ്പറേഷൻ സംഭവിച്ച് ആകാശത്തേക്ക് മേലോട്ടുയർന്ന് ബാഷ്പകണങ്ങളായി ക്ലൗഡായി ഫോം ചെയ്ത് മഴയായി ഭൂമിയിലേക്ക് വീഴുന്ന വാട്ടർ സൈക്കിൾ. സമാഇ ദാത്തി റജ എന്നതിലതിന് സൂചനയുണ്ട് എന്ന് പറയാറുണ്ട്. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ. ആ മഴ കാരണമാണ് അല്ലാഹു വ്യത്യസ്ത നിറങ്ങളിലുള്ള പഴവർഗ്ഗങ്ങളെ നിങ്ങൾക്കുണ്ടാക്കി തരുന്നത്. ചെടികൾ ഈ മണ്ണിലാണ് ഉണ്ടാകുന്നത്. മണ്ണ് ഒന്നു തന്നെ, പക്ഷേ ആ ചെടികളിൽ ഉണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾക്ക് വ്യത്യസ്ത നിറം, വ്യത്യസ്ത ടേസ്റ്റുകൾ. ഇത് അല്ലാഹുവിൻ്റെ വലിയ അത്ഭുതമല്ലേ? ഒരേ മണ്ണ്, വ്യത്യസ്ത ചെടികൾ, പക്ഷേ വ്യത്യസ്ത മുഖ്തലിഫൻ അൽവാനുഹ. എല്ലാ പഴത്തിനും ഒരു കറുപ്പ് നിറം മാത്രമായിരുന്നുവെങ്കിൽ, അവക്കാഡോയും കറുപ്പ്, ഓറഞ്ചും കറുപ്പ്, ആപ്പിളും കറുപ്പ്, എല്ലാറ്റിനും കറുപ്പ് നിറമായിരുന്നെങ്കിൽ വല്ല ഭംഗിയുണ്ടാവുമോ? എല്ലാം വ്യത്യസ്ത നിറങ്ങളിൽ നിങ്ങൾക്കുണ്ടാക്കി തന്നത് അള്ളാഹുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നോക്കണം, പണ്ഡിതന്മാരെ കുറിച്ച് പറയാൻ പോവുകയാണ് അള്ളാഹു. അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നത് പണ്ഡിതരാണ് എന്ന് പറയുന്നതിൻ്റെ ആമുഖമായി പറഞ്ഞത് മഴയാണ്. പിന്നെ ഫ്രൂട്ട്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അള്ളാഹു അതിൻ്റെ ബാക്കി പറയുന്നു. വമിനൽ ജിബാലി ജുദദും ബീളും വഹംറും മുഖ്തലിഫുൻ അൽവാനുഹാ വഗറാബീബു സൂദ്. വ്യത്യസ്തങ്ങളായ മലകളെ, പർവ്വതങ്ങളെ ഉണ്ടാക്കിയതും അല്ലാഹുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ? വമിനൽ ജിബാൽ, അല്ലാഹുവല്ലേ പർവ്വതങ്ങളെ പടച്ചത്. ജുദദുൻ ബീലുൻ വഹംറുൻ മുഖ്തലിഫുൻ അൽവാനുഹാ, ഏതെല്ലാം നിറത്തിലുള്ള പർവ്വതങ്ങൾ, ചുവപ്പും വെളുപ്പും തവിടും പച്ചയും എല്ലാമുള്ള. വഗറാബീബു സൂദ്, നല്ല കറുകറുത്ത മലകളും പർവ്വതങ്ങളും. ഇതൊക്കെ ഉള്ള ഒരു ഭാഗം ചൈനയിലുണ്ട്. വ്യത്യസ്ത കളറുകളിലുള്ള മലകൾ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെയും പർവ്വതങ്ങൾക്ക് പല നിറമാണ്, മണ്ണിന് പല നിറമാണ്. ഇതുണ്ടാക്കിയത് അള്ളാഹുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ജിയോളജി അള്ളാഹു പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മൗണ്ടൻസിനെ കുറിച്ചുള്ള പഠനം. കഴിഞ്ഞില്ല. ومن الناس والدواب والأنعام مختلف ألوانه كذلك. മനുഷ്യരിലും കന്നുകാലികളിലും എല്ലാ ജീവജാലങ്ങളിലും വ്യത്യസ്ത നിറങ്ങളെ. മനുഷ്യർ വ്യത്യസ്ത നിറമുള്ളവരാണ്, കന്നുകാലികൾ വ്യത്യസ്ത നിറത്തിലുള്ളവയാണ്, ജീവജാലങ്ങൾ ദവാബ് മാ യദിബു അലൽ അർദ്, അതിൻ്റെ അത്ഭുതങ്ങൾ പറയാനില്ല. അപ്പോൾ ജിയോളജിയും ബയോളജിയും സോളജിയും ബോട്ടണിയും ഒക്കെ അള്ളാഹുടെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പടച്ചത് അള്ളാഹുവാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇനി പറയുന്ന വാക്കാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അലം തറ എന്നതിന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് അവിടെ ആശയം. പഠിക്കുന്നില്ലയോ? ഇന്നമാ യഖ്ഷല്ലാഹ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടു ജീവിക്കുന്നത്, മിൻ ഇബാദിഹി, അള്ളാഹുവിൻ്റെ അടിമകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അൽ ഉലമാ, അള്ളാഹുവിനെ പറ്റി പഠിച്ച ആലിമീങ്ങളാണ്. അവരെ പോലെ ഖശിയത്തുള്ളവരായി മറ്റാരുമില്ല എന്ന് പറയുന്നിടത്ത് അള്ളാഹു തആല ഈ പ്രപഞ്ചത്തെ വായിക്കാൻ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണത് പറയുന്നത്. അതുകൊണ്ടാണ് ദാറുന്നൂർ പോലെയുള്ള സ്ഥാപനങ്ങൾ, ദാർഹുദ അടക്കമുള്ള സംവിധാനങ്ങൾ, നമ്മുടെ മറ്റു ദീനി കലാലയങ്ങൾ, മതഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മതഭൗതികം എന്നതിന് രണ്ടായി സെഗ്രിഗേറ്റ് ചെയ്യേണ്ടതില്ല എന്നാണ്. കാരണം
അറിവും ജ്ഞാനവും അള്ളാഹുലേക്ക് നയിക്കുകയാണെങ്കിൽ ഒക്കെ ദീനിയായ അറിവ് തന്നെയാണ്. സയൻസും കമ്പ്യൂട്ടർ സയൻസും ടെക്നോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും എന്തൊക്കെ ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവട്ടെ, എന്തിനൊക്കെ കുറിച്ചൊക്കെ പഠിച്ചാലും ആ അറിവ് നമ്മളെ 2 റക്അത്തെങ്കിലും ഏറെ സുന്നത്ത് നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ അറിവ് കൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നാഫിആയ ഇൽമാണ്, ഉപകാരപ്പെടുന്ന ഇൽമാണത്. എന്നിട്ട് ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ, അല്ലാഹുവാണ് ഇസ്സത്തുള്ളവൻ, അല്ലാഹുവാണ് അധികാരമുള്ളവൻ, അല്ലാഹുവാണ് മഗ്ഫിറത്ത് നൽകുന്നവൻ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലൈസൽ ഇൽമു ബികസറത്തിർ റിവായ ഇന്നമൽ ഇൽമു അൽ ഖശിയ. വിജ്ഞാനം എന്ന് പറയുന്നത് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യലല്ല, ഉദ്ധരിക്കലല്ല. ഇന്നമൽ ഇൽമു അൽ ഖശിയ, ആലിം എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഏറ്റവും ഹൃദയത്തിനുള്ളിൽ പേടിക്കുന്നവരാരോ അവർ ഇൽമിൻ്റെ അഹ്ലുകാരാണ്. ഇബ്ലീസിന് ഇൽമുണ്ടല്ലോ, പക്ഷേ ഖശിയത്തില്ല. അതല്ലേ കാരണം, ഇബ്ലീസിന് അറിവുണ്ടല്ലോ, ഇബ്ലീസ് അറിവുള്ള ആളാണ്, പക്ഷേ ഖശിയത്തുണ്ടായില്ല, ഖുശൂ ഉണ്ടായില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇന്നമൽ ഇൽമു അൽ ഖശിയ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ കാരണം. അല്ലാഹു നമ്മുടെ ഈ ഒരു വൈജ്ഞാനിക കലാലയത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് 17ഓളം നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക്, പണ്ഡിതന്മാരായി സമൂഹത്തിൻ്റെ രംഗത്തേക്ക് ഇറങ്ങുന്ന, ഉപരിപഠനത്തിന് വേണ്ടി പോകുന്ന, ദാറാനി ബിരുദം സ്വീകരിക്കുന്ന നമ്മുടെ സാധുമാർ, അല്ലാഹു അവരുടെയൊക്കെ ജീവിതത്തിൽ ഖശിയത്തും വറഉം ഖുശൂഉം ഇൽമ്, മരിക്കുന്നവരെ പഠിക്കാനുള്ള ആ ജിജ്ഞാസയും മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ എന്ന് മഹാന്മാർ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞ പോലെ വിജ്ഞാന കുതുകികളായി, ദീനിൻ്റെ ഖാദിമീങ്ങളായി, വെളിച്ചം ലോകത്ത് പരത്താൻ കഴിവുള്ളവരായി, യോഗ്യതയുള്ളവരായി, അതിന് തൗഫീഖുള്ളവരായി അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഇൻ കുൻതു ലഅഅ്തമിദു ബികബിദി അലൽ അർളി മിനൽ ജൂഅ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീന പള്ളിയിൽ ഇൽമ പഠിക്കാൻ വേണ്ടി അഹ്ലു സുഫയുടെ കൂടെ, സുഫത്തിന്റെ അഹ്ലുകാരുടെ കൂടെ വിശന്നൊട്ടിയ വയറുമായി, തളർന്നവശനായി, മാ ബി ജുനൂൻ വമാ ബി ഇല്ലൽ ജൂ'. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിലുണ്ട്, എനിക്ക് ഭ്രാന്തുണ്ട് എന്ന ആളുകൾ വിചാരിക്കുമായിരുന്നു. വിശന്ന് ഞാൻ തലകറങ്ങി വീഴുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു എനിക്ക് അപസ്മാരമാണ്, എപ്പിലെപ്സിയാണെന്ന്, ഫിക്സ് സംഭവിക്കുകയാണെന്ന്. വമാ ബി ഇല്ലൽ ജൂ'. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഇൽമു നഷ്ടപ്പെടാതിരിക്കാൻ, പുണ്യനബിയുടെ പരിശുദ്ധമായ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മണിമുത്തുകളെ പെറുക്കിയെടുക്കാൻ വിശപ്പ് സഹിച്ചുകൊണ്ട് മദീന പള്ളിയിൽ ബോധം കെട്ട് വീഴുമായിരുന്ന ആളായിരുന്നു ഞാൻ. മഹാനവറുകൾ പറയുമായിരുന്നു, ഹബീബിന്റെ വീടിന്റെയും മിമ്പറക്കുമിടയിൽ ഇത്ര തവണ ബോധം കെട്ട് വീണ, വിശപ്പ് കൊണ്ട് ബോധം കെട്ട് വീണ ഒരു മുതഅല്ലിം, ഒരു വിദ്യാർത്ഥി ലോകത്ത് വേറെയില്ല. അത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാൻ. 5000 ഹദീസുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും മുസന്നഫാത്തുകളിൽ. 5000 ഹദീസ്. മഹാനവറുകളുടെ ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട്, പക്ഷെ നഷ്ടപ്പെട്ടു പോയി. രേഖപ്പെട്ട് കിടക്കുന്ന, സ്വഹീഹുകളിൽ കിടക്കുന്ന തന്നെ 5000ഓളം ഹദീസുകൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റേത്, മഹാൻ ഹബീബിൽ നിന്ന് വായിച്ചെടുത്തത്, പഠിച്ചെടുത്തത് വിശപ്പ് സഹിച്ചുകൊണ്ടാണ്. വമാ ബി ഇല്ലൽ ജൂ'. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻസ്വാരിയായ മദീനക്കാരനായ ഒരു സ്വഹാബിയോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേർക്കും ഒന്ന് പുറത്തിറങ്ങി
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീത്തുകളൊന്ന് സമാഹരിച്ചുകൂടെ? നീ എൻ്റെ കൂടെ വരുമോ? അവർ 12 വയസ്സുള്ളൊരു മോനാണ് ഈ പറയുന്നത്. അപ്പോൾ അൻസാരി പറഞ്ഞു, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് യബ്ന അമ്മി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും നിങ്ങളും ഇപ്പോൾ ഈ ഇൽമ ശേഖരിക്കാൻ വേണ്ടി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? വഫി സ്വഹാബത്തി ഉലമ, സ്വഹാബികളിൽ എത്ര പണ്ഡിതന്മാരുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇൽമ പഠിക്കാൻ നടക്കണോ എന്ന് ചോദിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓർത്തെടുക്കുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ, സ്വഹീഹുൽ ബുഖാരിയിലടക്കം ആ ഹദീത്തിൻ്റെ ശകലങ്ങൾ കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പഠിക്കുകയാണ്. ഇപ്പോൾ ലോകത്ത് അറിയപ്പെടുന്ന വലിയ ഒരു സിലബസ് ഉണ്ട്. നമ്മുടെ CBSE എന്ന് പറയുന്ന പോലെ കേരള സിലബസ് എന്ന് പറഞ്ഞാൽ കർണാടകത്തിൻ്റെ സിലബസ് കാണും. IGCSE ഉണ്ട്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ, ഓക്സ്ഫോർഡിൻ്റെയൊക്കെ വിദ്യാഭ്യാസ കരിക്കുലങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് IB എന്ന് പറയുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻ്റർനാഷണൽ ബക്കാലുരേറ്റ് പ്രോഗ്രാം എന്ന് പറയും. ആ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് ഒരു സ്റ്റുഡൻറ്റ് പ്രൊഫൈലുണ്ടെന്നാണ്. വിദ്യാർത്ഥി ആരായിരിക്കണം? ഒരു IB ഗ്രാജുവേറ്റ് ആയിട്ടുള്ള MYP PYP എന്നൊക്കെ പറയുന്ന മിഡിൽ ഇയർ പ്രോഗ്രാം, പ്രൈമറി ഇയർ പ്രോഗ്രാം എന്നൊക്കെയാണ് അവരുടെ ചെറിയ ജൂനിയർ സ്കൂളിലും ഹൈസ്കൂളിലൊക്കെ വിളിക്കുക. റിസ്ക് ടേക്കറായിരിക്കണം, ലൈഫ് ലോങ് ലേണർ. ഒരു വിദ്യാർത്ഥിയുടെ ക്യാരക്ടറിസ്റ്റിക്കാണത്. നമ്മൾ മരണം വരെ പഠിക്കുന്നവരാകണം. ഒരു IB പ്രോഗ്രാം പാസ്സായ ഒരു കുട്ടി 12ാം ക്ലാസ് പാസ്സായാൽ അവർക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി എൻട്രിയാണ്. എവിടെയും കാത്തിരിക്കേണ്ടി, വെയിറ്റിംഗ് ഇല്ല എന്നാണ്. ഡയറക്റ്റ് എൻട്രി കിട്ടുന്ന ഒരു സംവിധാനമാണ്. ഇച്ചിരി ജനീവ ബേസ് ചെയ്തിട്ടുള്ള വലിയൊരു സംവിധാനം. ഞാൻ പറയുന്നത്, അവർ കണ്ടെത്തിയ ഇത്രയും വലിയൊരു സംവിധാനത്തിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ശരീഅത്ത് നമ്മളോട് പറയുന്ന മരണം വരെ പഠിക്കണം എന്ന് പറയുന്ന ഒരു ആശയമാണ്. മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ, ലൈഫ് ലോങ് ലേണർ, മരിക്കണവരെ പഠിക്കുക എന്നാണ് ഇതിനർത്ഥം. ഇൽമിൻ്റെ മജ്ലിസിന് പഞ്ഞമുണ്ടാവരുത്. ഇൽമിൻ്റെ മജ്ലിസുകൾ എവിടെയുണ്ടോ അവിടെ ചെന്നിരിക്കണം, അവിടെ പഠിക്കണം, അത് അറിവ് നേടാൻ അവസരമുണ്ടാകണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതും അത് തന്നെയാണ്. കൊച്ചുനാളിൽ തുടങ്ങി പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ 30 വർഷത്തോളം ദർസ് നടത്തി, പഠനം നടത്തി, മുദരിസായി ഇന്ന് ത്വായിഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. തൻ്റെ കൂട്ടുകാരൻ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ, പരിശുദ്ധമായ മക്കയിലെ പള്ളിയിൽ മൗസിമുൽ ഹജ്ജിൽ ഹദീത്ത് പണ്ഡിതന്മാർക്ക്, ഹദീത്ത് അന്വേഷിച്ചു വരുന്നവർക്ക് ഹദീത്ത് പറഞ്ഞു കൊടുക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. തഫ്സീർ ചോദിക്കുന്നവർക്ക് തഫ്സീർ പറഞ്ഞു കൊടുക്കുന്നു. ഫിഖ്ഹ് ചോദിക്കുന്നവർക്ക് ഫിഖ്ഹ്, ഇൽമുൽ ഫറായിദ് പറഞ്ഞു കൊടുക്കുന്നു. അറബ് സാഹിത്യം പറയുന്നു, അദബ് പറഞ്ഞു കൊടുക്കുന്നു, ഷെയർ പറഞ്ഞു കൊടുക്കുന്നു, ഫൽസഫ പറഞ്ഞു കൊടുക്കുന്നു, ഇൽമുൽ ഫലക്ക് പറഞ്ഞു കൊടുക്കുന്നു, അൻസാബുകളെ സംബന്ധിച്ചുള്ള വിവരം പറഞ്ഞു കൊടുക്കുന്നു. എല്ലാം ഒരു മഹാൻ. തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇബ്നു അബ്ബാസ്, ഇത് സങ്കടപ്പെടുത്തുന്ന രംഗമാണ് എനിക്ക്. അന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു, പുണ്യനബി വഫാത്തായപ്പോൾ ഇൽമ പഠിക്കാൻ നമ്മൾ പോവുകയല്ലേ, നമുക്കൊന്ന് അന്വേഷിച്ചിറങ്ങിക്കൂടെ, ഹദീത്ത് പഠിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാനന്ന് മടി കാണിച്ചു. എന്നാൽ ഒരു മടിയുമില്ലാതെ ഇൽമിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടല്ലേ. ഹനീഅൻ ലക യ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ആരാന്നറിയോ? അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅവീൽ എന്ന് ആർക്ക് വേണ്ടിയാണോ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുത്തത്, ആ സ്വഹാബിയാണിത്. അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ, അല്ലാഹുവേ ഇൽമിന്റെ, ദീനിന്റെ അറിവ്, ദീനിന്റെ ജ്ഞാനം ഇബ്നു അബ്ബാസിന് പറഞ്ഞു കൊടുക്കണമേ. വഅല്ലിംഹു തഅവീൽ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം അറിയിച്ചു കൊടുക്കണമേ. ഈ പ്രാർത്ഥന പുണ്യനിബിതങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നിർവഹിച്ചു കൊടുക്കുന്നത് ഹബീബായ നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത ഒരു രംഗത്താണ്.
അതുകൊണ്ടാണ് മുതഅല്ലിമീങ്ങൾ ഉസ്താദുമാർക്ക് തൻ്റെ ഗുരുനാഥന്മാർക്ക് ഖിദ്മത്ത് ചെയ്യണമെന്ന് പറയുന്നത്. അത് ചെരുപ്പെടുത്ത് വെച്ചു കൊടുക്കലാണെങ്കിൽ പോലും, അവർക്ക് കുടിക്കാനോ ഭക്ഷിക്കാനോ ഉള്ള ഭക്ഷണം എടുത്ത് വെക്കലാണെങ്കിലും, കിതാബ് മറിച്ചു കൊടുക്കലാണെങ്കിൽ, കൊണ്ടുവരലാണെങ്കിൽ, ഒന്ന് കൈപിടിക്കുകയാണെങ്കിൽ, തൻ്റെ ഗുരുനാഥന് വേണ്ടി ചെയ്ത ഒരു അദബിന്റെ പേരിലാണ് ഇബ്നു അബ്ബാസ് എന്നവർക്ക് ആ വലിയൊരു പ്രാർത്ഥന ലഭിച്ചത്. മഹദിയായ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അനുഭവം പറയുന്നു. എൻ്റെ അമ്മായിയുടെ വീട്ടിൽ അന്ന് വിരുന്ന് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഹജ്ജുദ് നിസ്കാരം എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കാൻ വേണ്ടി ഞാൻ ഉറങ്ങാതെ തലയണയുടെ വീതിയുള്ള ഭാഗത്ത്, ആ ഭാഗത്ത് ഞാനിങ്ങനെ തലവെച്ച് കിടക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് നിസ്കരിക്കാൻ വേണ്ടി വുളുവെടുക്കാൻ പുറത്തിറങ്ങുന്നത് ഞാൻ അറിഞ്ഞു. പാതിരാത്രി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖളാഉൽ ഹാജത്ത് കഴിഞ്ഞു വരുമ്പോൾ വാഷ്റൂമിൽ പോയി വരുന്ന ആ ഒരു രംഗം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന ചെറിയ മോൻ, ഒരുപക്ഷെ ഒരു 8 വയസ്സോ 9 വയസ്സോ പ്രായമേ കാണൂ, മഹാനവറുകൾ അല്ലാഹുവിൻ്റെ ഹബീബിന് വുളുവെടുക്കാനുള്ള വെള്ളം അവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. തങ്ങൾ ചോദിക്കുന്നതിൻ്റെയും മുമ്പ് ആ ഒരു വെള്ളം വെച്ചുകൊടുത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ തഹജ്ജുദ് നിസ്കാരത്തിൽ നബി തങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴാണ് അല്ലാഹുമ്മ പടച്ചവനെ ഫഖിഹുഹു ഫിദ്ദീൻ, ഈ മോന് നീ ദീനിന്റെ അറിവ് നൽകണമേ, ആലിമാക്കണേ, വഅല്ലിമുഹു തഅവീൽ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധങ്ങളായ വിശുദ്ധ വചനങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം ഇബ്നു അബ്ബാസിന് പറഞ്ഞു കൊടുക്കണമേ, അറിയിച്ചു കൊടുക്കണമേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. ഇന്ന് മഹാനവറുകൾ അറിയപ്പെടുന്നത് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, അവരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതുകൊണ്ടാണ് അദബ് എന്നത് വിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. അദബ് ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ആലിമീങ്ങളെ ബഹുമാനിക്കാൻ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരായത്താണിത്. ആ ആയത്തിന്റെ സന്ദർഭം നോക്കിയാൽ ഒരു ഹിക്മത്തുണ്ട് അവിടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قيل لكم يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. سورة المجادلة. يا أيها الذين آمنوا ഈമാൻ ഉള്ളവരെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുമായിരുന്നു, ഇദാ സമിഅ്തുമുല്ലാഹ യഖൂൽ യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് തുടങ്ങുന്ന ഒരായത്ത് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ ഫഅറൂ സംഅകും കുല്ലഹ്, ശ്രദ്ധ മുഴുവനും ആ ആയത്തിലേക്ക് കൊടുക്കണം. ഫഇന്നല്ലാഹ ഇമ്മാ യഅ്മുറുകും ബിഅംരിൻ ഔ ബിഖൈരിൻ ഔ യൻഹാകും അൻ ശർ. അല്ലാഹു സത്യവിശ്വാസികളെ മുസ്ലിമേ എന്ന് വിളിച്ച അല്ലാഹു ഒരു ഈമാനുള്ളവരോട് അഭിസംബോധന ചെയ്യുന്ന അല്ലാഹുവിൻ്റെ ആയത്തുകളാണത്. അത് ഒന്നുകിൽ നിങ്ങൾക്ക് ഖൈറല്ല പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ഷർറിനെ കുറിച്ച് സൂക്ഷിക്കണേ എന്ന് പറയുന്ന ആയത്തായിരിക്കും അത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്തുകൾ തുടങ്ങുമ്പോഴേക്കും ശ്രദ്ധിച്ചു കേൾക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ
أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا. സത്യവിശ്വാസികളെ, ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോൾ, ഒരു ഇൽമിന്റെ മജ്‌ലിസിലിരിക്കുമ്പോൾ, ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സദസ്സിലാണെങ്കിൽ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ്, ആളുകൾ കടന്നു വരുമ്പോ ആദ്യം അവിടെ പോയിരുന്ന ആളുകൾ പിന്നീട് വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്യണേ എന്നൊരു അറിയിപ്പ് കിട്ടിയാൽ ഫഫ്സഹൂ, നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അത് ജുമുഅക്കാണെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിനാണെങ്കിലും സമ്മേളനത്തിനാണെങ്കിലും ഇൽമിന്റെ മജ്‌ലിസിലാണെങ്കിലും ഒന്ന് സൗകര്യം ചെയ്യണേ, എല്ലാവരും ഒന്ന് ഒതുങ്ങി നിൽക്കണേ, ആളുകൾക്ക് കടന്നു വരാൻ സൗകര്യം ചെയ്യണമേ എന്ന് അള്ളാഹുവിന്റെ ഇൽമ് പറയപ്പെടുന്ന ഒരു സദസ്സിൽ വെച്ച് നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയാൽ ഫഫ്സഹൂ, നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. വഇദാ ഖീല അൻശുസു, നിങ്ങൾ അങ്ങനെ ചെയ്താൽ യഫ്സഹില്ലാഹു ലക്കും, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും. നോക്കണേ, ഒരു കല്യാണത്തിന്റെ സദസ്സായിരിക്കാം, ഒരു നിക്കാഹിന്റെ സദസ്സായിരിക്കാം, റമളാനിലെ ഒരു ദിക്റിന്റെ രാവായിരിക്കാം, ഒരു ഇൽമിന്റെ മജ്‌ലിസുൻ നൂറായിരിക്കാം, ഒരു ദിക്റിന്റെ സദസ്സായിരിക്കാം. നിങ്ങൾ സൗകര്യം ചെയ്യണേ. ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അകത്ത് കയറാൻ ഇരിക്കാൻ സൗകര്യം ചെയ്യണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൗകര്യം ചെയ്യണമേ. ഫഫ്സഹൂ, അല്ലാഹു ഒരു ഖൈർ പറഞ്ഞു തരാം. അങ്ങനെ നിങ്ങൾ സൗകര്യം ചെയ്തു. കാല് നീട്ടിയിരിക്കുകയായിരുന്നു, അപ്പൊ ഒന്ന് കാല് മടക്കി വെക്കേണ്ടി വന്നു. ഒന്ന് ചാരിയിരിക്കുകയായിരുന്നു, ഒന്ന് റിലാക്സ് ആയിട്ട്, പക്ഷെ ഒന്ന് കൺസ്ട്രെയിൻഡ് ആയി, അവിടെ ഒന്ന് സൗകര്യം ചുരുങ്ങിപ്പോയി. എന്ത് സംഭവിക്കുന്നു അറിയോ? യഫ്സഹില്ലാഹു ലക്കും, നിങ്ങളുടെ ഈ സദസ്സിൽ നിങ്ങൾ ചെയ്ത നന്മയ്ക്ക് പകരം നിങ്ങളുടെ ജീവിതത്തിലുടനീളം അല്ലാഹു നിങ്ങൾക്ക് സൗകര്യവും വിശാലതയും ചെയ്തു തരും. നോക്കി, നിങ്ങൾ ഒരു ചെറിയ നന്മ ചെയ്യുമ്പോഴേക്കും അല്ലാഹു അതിന് പകരം തരുന്നത് ജീവിതത്തിലുടനീളമാണ്. യഫ്സഹില്ലാഹു ലക്കും. وَإِذَا قِيلَ انشُزُوا فَانشُزُوا, സമ്മേളനം പിരിച്ചുവിട്ടിരിക്കുന്നു, മജ്‌ലിസ് തീർന്നിരിക്കുന്നു, എല്ലാവരും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്, നിങ്ങൾ പോയേക്കണം. ഫൻഷുസു, മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ പോകണം, പിന്നെ അവിടെ കൂടി നിൽക്കരുത്. അതൊരു സദസ്സിന്റെ മര്യാദ അങ്ങനെയാണ്. കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവരും പോകണം. ഫൻഷുസു. എന്നിട്ട് അല്ലാഹു പറയുന്നത് നോക്കൂ, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ ഈമാനും ഇൽമുമുള്ള അറിവുമുള്ള ആളുകൾക്ക് അല്ലാഹു ഒരുപാട് സ്ഥാനങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ഉയർച്ച തരും. ഇത് പറഞ്ഞത് ഒരു സദസ്സിൽ അദബ് കാണിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉടനെയാണ്. ഒരു ഇൽമിന്റെ സദസ്സിൽ നിങ്ങൾ ഒന്ന് സൗകര്യം ചെയ്യണേ എന്ന് പറഞ്ഞാൽ സൗകര്യം ചെയ്യണം. പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയേക്കണം, സംഘാടകർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടല്ല പറയാണ്, നിങ്ങളിൽ ഇൽമുള്ളവരെയും ഈമാനുള്ളവരെയും അല്ലാഹു ഒരുപാട് ദറജകൾ ഉയർത്തും. ഇങ്ങനെ ഒരു സ്ഥാനം അല്ലാഹു ഉലമാഇന് കൊടുക്കുന്നത് പോലും അതിന്റെ പരാമർശം നടന്നത് ഒരു സദസ്സിനോട് നിങ്ങൾ കരുണയോടെ വിശാല മനസ്കതയോടെ സൗകര്യം ചെയ്യണം, എല്ലാവരെയും ഉൾക്കൊള്ളണം എന്ന ഒരു മനസ്സ് വിശാലതയോടുകൂടെ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇൽമുള്ളവർക്ക് അല്ലാഹു സ്ഥാനം കൊടുക്കുന്നു എന്ന് പറയുന്നത്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും സസൂക്ഷ്മം അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നത് പണ്ഡിതരാണ് എന്ന് പറയുന്നിടത്ത് പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞു, ജന്തുജാലങ്ങളെക്കുറിച്ച്, കന്നുകാലികളെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച്. അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് പഠിക്കണം, സോഷ്യോളജി പഠിക്കണം, ആന്ത്രോപോളജി പഠിക്കണം, സോഷ്യൽ സയൻസ് പഠിക്കണം, സോളജി പഠിക്കണം, പർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കണം, സസ്യലതാദികളെക്കുറിച്ച് പഠിക്കണം, ബോട്ടണി പഠിക്കണം, ആകാശലോകത്തെക്കുറിച്ച് പഠിക്കണം, ആസ്ട്രോണമി പഠിക്കണം, സ്പേസ് സയൻസുകൾ പഠിക്കണം.
ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, അള്ളാഹുവിനെ ആരാണോ ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് അവരാണ് ആലിമീങ്ങൾ. ഭൗതിക ജ്ഞാനങ്ങൾ പോലും നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അറിവുകളാണ്. അതുകൊണ്ടാണ് ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മൾ ഭൗതിക വിജ്ഞാനം എന്ന് പറഞ്ഞ് വേർതിരിക്കുന്ന ഈ സയൻസ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പഠനം ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എല്ലാം പഠിച്ചു അവര്. وكان كثيرا ما يرفع رأسه إلى السماء. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ കുറിച്ച് പറഞ്ഞൊരു ഹദീസുണ്ട്, സ്വഹാബി അമനത്തുൽ ഉമ്മത്തി. ആ ഹദീസിന്റെ ആരംഭം ഇങ്ങനെയാണ്: ഞങ്ങൾ മസ്ജിദിൽ ഇരിക്കുമ്പോൾ പുണ്യനബി തങ്ങൾ ഞങ്ങളോട് വന്ന് ചില സംസാരങ്ങൾ സംസാരിച്ചു. എന്നിട്ട് മേലോട്ട് നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ ഫഇദാ ദഹബത് അതസ്സമാ മാ തുഅദ് എന്ന് തുടങ്ങുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. ആ ഹദീസിന്റെ ഇടയിൽ കാണാം, വകാന കസീറൻ മാ യൻദുറു ഇലസ്സമാ. പുണ്യനബി തങ്ങൾ ഏറ്റവും കൂടുതൽ ആകാശലോകത്തേക്ക് തലയുയർത്തി നോക്കുമായിരുന്നു. നിബിതങ്ങളുടെ ഒരു എപ്പോഴും കാണുന്ന ഒരു സ്വഭാവമാണത്. ആകാശലോകത്തേക്ക് അത്ഭുതത്തോടെ തങ്ങൾ നോക്കാറുണ്ട്. അതൊരു ഒബ്സർവേഷനാണ്, അതൊരു തിങ്കിങ് ആണ്, ചിന്തയാണ്, കാര്യങ്ങളെ പഠിക്കലാണത്. അള്ളാഹുവിന്റെ അജായിബുൽ ഖൽഖിനെ കുറിച്ച് അറിയലാണ്. എല്ലാ അറിവുകളും അള്ളാഹുലേക്ക് എത്തിക്കുന്നു. ഈ ലോകത്തിന്റെ ഒരു സൃഷ്ടാവിന്റെ ഉണ്മയിലേക്ക്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യത്തിലേക്ക്. അതാണല്ലോ ഇൽമ് എന്ന് പറയുന്നത്. എന്നല്ലാതെ ഡോക്ടറേറ്റും PhD ഒക്കെ ഉണ്ട്, അള്ളാഹുവിനെ കുറിച്ചൊന്നും അറിയില്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ്, എന്താണ്, അതിനൊരു ലോജിക്കൽ, ഒരു റാഷണൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോലും മനുഷ്യന് കഴിയില്ലെങ്കിൽ പിന്നെ എന്തറിവാണത്? ആ അറിവുകളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ വെളിച്ചത്തിൽ നമുക്ക് നൽകിയത്. അത് പഠിക്കുന്ന പണ്ഡിതന്മാരാണ്, അലിമീങ്ങൾ. അവരാണ് നമ്മുടെ മഹല്ലുകൾക്ക്, നമ്മുടെ സമൂഹത്തിന് നേതൃത്വം നൽകുന്നത്. അവർ ചെലവഴിക്കുന്ന സമയങ്ങളിൽ ചെലവഴിക്കപ്പെടാൻ മാത്രം ഏറ്റവും യോഗ്യതയുള്ള ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ഇൽമിന് വേണ്ടി, അറിവിന് വേണ്ടി. അത് നഹ്വ്, ഫഅല ഫഅല ഫഅലു മുതൽ, സർഫ് മുതൽ, ചെറിയ കിതാബുകൾ തുടങ്ങി വലിയ വലിയ ഗ്രന്ഥങ്ങൾ, തുഹ്ഫ വരെയുള്ള ഫിഖഹിന്റെ കിതാബുകൾ, സ്വഹീഹുൽ ബുഖാരി വരെയുള്ള ഹദീസിന്റെ കിതാബുകൾ, തഫ്സീറുൽ ജലാലൈനിയോ ബൈദാവിയോ നസഫിയോ തഫ്സീറുകൾ ഏതോ ആകട്ടെ, തൊബരിയോ ഖുർത്തുബിയോ ഏതെല്ലാം തഫ്സീറുകളോ എല്ലാം പഠിച്ചുയർന്ന് അതെല്ലാം അറിഞ്ഞ് അതിലൂടെ തൻ്റെ ഈമാൻ സുരക്ഷിതമാക്കി താൻ വിശ്വസിക്കുന്ന ആശയം സത്യങ്ങളിൽ ഏറ്റവും വലിയ സത്യമാണെന്ന ബോധ്യത്തോടുകൂടെ ആ ഒരു അസ്മുള്ളപ്പോഴാണ് അവർക്ക് ദഅവത്ത് ചെയ്യാൻ കഴിയുന്നത്. താൻ പറയുന്നതും വിശ്വസിക്കുന്നതും സത്യമാണെന്ന് 100% ബോധിക്കുമ്പോഴേ അത് ദഅവത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ദാറുൽ ഹുദയും അതിന്റെ സഹസ്ഥാപനങ്ങളുടെയും പ്രത്യേകത ദീനിന്റെ ദാഇമാരെ വാർത്തെടുക്കുകയാണ്. പറയുന്നത് വിശ്വസിക്കുന്ന ഒരു ലോകമല്ല ഇന്നത്തെ ലോകം. ജെന്യുവിനായിരിക്കണം, ഒഥന്റിക് ആയിരിക്കണം, റാഷണലായിരിക്കണം, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയണം, ബുദ്ധിപരമായ ചോദ്യങ്ങൾ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഇന്ന് പണ്ഡിതന്മാർ വളരെ കാർക്കശ്യത്തോടുകൂടെ ആ ഇൽമുകൾ പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. മുമ്പത്തെ പോലെയല്ല ഖാല അല്ലാഹു വ ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചില ആളുകൾക്ക് അത് ബോധിക്കണമെങ്കിൽ അതിൻ്റെ ചില ലോജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അതിനുപോലും യോഗ്യതയുള്ള ഭാഷാപരിജ്ഞാനമുള്ള ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന സംവിധാനമാണ് 986 കാലഘട്ടങ്ങളിൽ മഹാനായ CH ഹൈദറോസ് മുസ്ലിയാർ. ആ മഹാനാണ് കേരളത്തിലുടനീളം മദ്രസകൾ സ്ഥാപിക്കാൻ വേണ്ടി കാൽനടയായി ബസ് കയറിയിട്ടും ട്രെയിൻ കയറിയിട്ടും മഹല്ലുകളിലൂടെ കയറിയിറങ്ങി മദ്രസ തുടങ്ങണേ എന്ന് പറഞ്ഞ് മഹാനായ CH ഹൈദറോസ് മുസ്ലിയാർ തുടങ്ങിയ പ്രസ്ഥാനമാണെന്ന് 10,000-ലേറെ മദ്രസകളിലായി നിൽക്കുന്ന സമസ്തകേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ കീഴിൽ നടക്കുന്ന മദ്രസ സംവിധാനങ്ങൾ. ഈ മദ്രസ സമസ്തകേരള ജമിയത്തുൽ ഉലമയുടെ ഈ സിലബസ് ഉറുദുവിലും ആസാമിയിലും ബംഗാളി ഭാഷയിലും കർണാട്ടിക് ഭാഷയിലും കന്നഡയിലുമൊക്കെ പരിഭാഷപ്പെടുത്തി ഇന്ത്യയുടെ 14 സ്റ്റേറ്റുകളിൽ ദാറുൽ ഹുദയുടെ ഹുദവി ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ 2000-ലേറെ മദ്രസകൾ, മക്തബുകൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു ശതമാനം 700ഓളം മദ്രസകൾക്ക് സമസ്തകേരള ജമിയത്തുൽ ഉലമയുടെ അംഗീകാരം കിട്ടി
എന്നതും വലിയ സന്തോഷകരമായ കാര്യമാണ്. ഈ സന്ദേശം ലോകങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ദൗത്യം. ലോക്കലൈസ്ഡ് അല്ല. ലോകത്തിൻ്റെ നാനാഭാഗത്തും ഭാഷയുണ്ടെങ്കിൽ നമുക്ക് ദഅവത്ത് ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മുടെ ദഅവത്തിൻ്റെ ആശയം അഹ്ലുസുന്ന വൽ ജമാഅത്ത് ആയിരിക്കണം. ഇതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമയുടെ തന്നെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ തന്നെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവിടെ ദാറുൽ ഹുദയിൽ അവസാന കാലഘട്ടം അവിടെ മാത്രമായിരുന്നു ഉസ്താദിന്റെ ദർസ് ഉണ്ടായിരുന്നത്. മഹാനായ ശംസുൽ ഉലമ മഹാനവറുകളുടെ പേരക്കുട്ടിയുണ്ട് ഇ.കെ. അബൂബക്കർ ഹുദവി. ആ തൻ്റെ മകൻ്റെ മോനെ ദാറുൽ ഹുദയിൽ കൊണ്ടുവന്ന് ചേർത്തത്, അവിടെ വന്ന് വണ്ടി നിർത്തിയതും ഒരു അംബാസഡർ കാറിൽ മഹാനവറുകൾ മോനെ ഇൻ്റർവ്യൂക്ക് കൊണ്ടുവന്നത് കണ്ടുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മഹാനായ ശൈഖുന വന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ എല്ലാവരും ഓട്ടമാണ്. മഹാനായ ശംസുൽ ഉലമ അവറുകൾ ദാറുൽ ഹുദയുടെ മുറ്റത്ത് വന്ന് വണ്ടി ഇറങ്ങുന്നു. ബാപ്പുട്ടി ഹാജിക്ക് വലിയ സന്തോഷവും എന്താണ് ചെയ്തു കൊടുക്കുക എന്നറിയില്ല. ആ ബാപ്പുട്ടി ഹാജിയുടെ മോനാണ് മഹാനായ ഷാഫി ഹാജി. ഇവിടെ നിന്ന് അവസാനം ദാറുൽ ഹുദയുടെ ജനുവരിയിലെ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു പോയത് മഹാനവറുടെ മോനാ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയുടെ മകനാണത്, യു ഷാഫി ഹാജി. ബാപ്പുട്ടി ഹാജി അവറുകൾ ഷെയ്ഖനയോട് ഉള്ളിൽ കയറിയിരിക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് ദാറുൽ ഹുദയുടെ ഫ്രണ്ട് ഓഫീസ് ചെറിയൊരു ഓഫീസാണ്. അവിടെ മഹാനവറുകൾ ഇരുന്നു കുടിക്കാൻ വെള്ളവും ചായ കൊണ്ടേ കൊടുത്തു. ഇൻ്റർവ്യൂ പാസ്സാവണം. ബാപ്പുട്ടി ഹാജിക്ക് പറയാൻ പറ്റില്ല, ഷെയ്ഖുനയുടെ മോനെ ഞങ്ങൾ നിരുപാധികം എടുക്കാം, ഒരു റെക്കമെൻഡും വേണ്ടല്ലോ, ഷെയ്ഖുനയല്ലേ വന്നിരിക്കുന്നത്. മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അതുപോലെയുള്ള മഹത്തുക്കൾ തൻ്റെ പേരക്കുട്ടിയെ അവിടെ വന്ന് പഠിപ്പിക്കണമെന്ന് മഹാനവറുകൾ അത് തെരഞ്ഞെടുക്കാനും ആ മോൻ്റെ പഠനം ഇൻ്റർവ്യൂ പാസ്സാവോ ഇല്ലയോ വലിയ പേടിയുണ്ടായിരുന്നു. പാസ്സായെങ്കിൽ മാത്രമേ ദാറുൽ ഹുദയിൽ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ആ മോൻ പാസ്സായി, അവിടെ പഠിച്ചു. അതിനിടയ്ക്ക് പലതവണ മഹാനായ ശംസുൽ ഉലമ പോകുന്ന വഴിക്ക് ദാറുൽ ഹുദയുടെ മുറ്റത്ത് വന്ന് പഠനങ്ങൾ കണ്ട് ഉസ്താദുമാരെയൊക്കെ കണ്ടിട്ടാണ് പോകാറുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദീർഘദൃഷ്ടി മഹാൻ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഈ സമൂഹത്തിന് ആവശ്യമാണെന്ന് മഹാനായ ശംസുൽ ഉലമ നേരിട്ട് ബോധ്യപ്പെടുകയും കാലത്തോട് വിളിച്ചു പറയുകയും ചെയ്ത ആ ഒരു ദീർഘദൃഷ്ടിയാണ് നമ്മൾ കാണേണ്ടത്. ആ പാരമ്പര്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഈ സംവിധാനം വേണം. ഇങ്ങനെ മക്കൾ പഠിക്കണം. മതഭൗതിക സംവിധാനത്തിലൂടെ ദീനിന്റെ ഇൽമ ഊട്ടിയുറപ്പിച്ച് പണ്ഡിതരായി പുറത്തിറങ്ങണം എന്ന് മഹാനായ ശംസുൽ ഉലമക്ക് തിരഞ്ഞെടുക്കാനെന്ന് തോന്നിയത് ദാറുൽ ഹുദയുടെ പരിശുദ്ധമായ ക്യാമ്പസാണ്. അതുകൊണ്ട് ഈ ഒരു ജ്ഞാനീയത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഹുദവി ഉസ്താദുമാർ അവരുടെ കരിയറിലേക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, ഏത് കമ്പനിയിലുമാകാം, ദീനി സ്ഥാപനത്തിലാകാം, പള്ളിയുടെ മെഹ്റാബിൽ മിമ്പറിൽ കയറി ഖുത്ബയോതുന്നവരാകാം, ദഅവത്ത് ചെയ്യുന്നവരാകാം, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെയാണ്. അള്ളാഹുവിൻ്റെ ദീനിനെയാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഇടപഴകൽ, നമ്മുടെ സാന്നിധ്യം ദീനിന്റെ വെളിച്ചം വിതറുന്നതായിരിക്കണം എന്നതാണ് പ്രാധാന്യം. അല്ലാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന് നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ ധാരാനികളായ ഉസ്താദുമാർക്ക് പ്രത്യേകിച്ചും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൽമ് വല്ലാത്തൊരു മാധുര്യമുള്ള ഒരു ഇബാദത്താണ് ഇൽമ് പഠിക്കുക, അറിയുക എന്ന് പറയുന്നത്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു 1000 കിലോമീറ്റർ മദീനയിൽ നിന്ന് യാത്ര പോയിട്ടുണ്ട് ഒരു ഹദീസ് പഠിക്കാൻ. ഒറ്റ ഹദീസ്, ഖിസാസിനെ സംബന്ധിച്ച ഒരു ഹദീസ് അറിയാൻ മഹാനവറുകൾ 1000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. മദീനയിൽ നിന്ന് ഷാമിലേക്ക് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഷാമിലെത്തി. ആരാണ് ഈ സുഹാബി എന്ന് പോലും ജാബിർ തങ്ങൾക്കറിയില്ല. ഷാമിലെ ഡമസ്കസിലെ ഒരു സുഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് ഖിസാസിനെ സംബന്ധിച്ച ഒരു ഹദീസ് നേരിട്ട് കേട്ടിട്ടുണ്ട് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വണ്ടി എടുത്തു പോയി. മാസങ്ങളെടുത്ത യാത്രയായിരുന്നു അത്. ഷാമിലെത്തിയിട്ട് വീടന്വേഷിച്ചു, ആരാണ് ആ സുഹാബി എന്നറിയാൻ. ചെന്ന് നോക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു ആണത്. അബ്ദുല്ലാഹിബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ വീടിൻ്റെ വാതിൽക്കൽ ഒരു ഖാദിമുണ്ട്. ഖാദിമിനോട് പറഞ്ഞു, ജാബിർ വന്നിട്ടുണ്ട് എന്ന്
നിങ്ങൾ ഷെയ്ഖിനോടൊന്ന് പോയി പറയുന്നു. ആരാണ് ഈ ഷെയ്ഖ്? ജാബിർ എന്നവരുടെ കൂട്ടുകാരനാണ്. അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉനൈസ് എന്നവരെ വീട്ടിൽ നിന്ന് ചോദിച്ചു, ജാബിറോ ഇബ്നു അബ്ദില്ല, അബ്ദുള്ളയുടെ മകൻ ജാബിറാണോ എന്ന് ചോദിക്കുന്നു പറഞ്ഞു. അതങ്ങ് പറഞ്ഞപ്പോഴേക്കും മഹാനവറുകൾ ഒരു പുതപ്പും പുതച്ചുകൊണ്ട് ഓടി വന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചു. ജാബിർ എന്നവരൊറ്റ ചോദ്യം, ഹദീസുൻ സമിഅ്തഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖിസാസ്. ഖിസാസിനെ സംബന്ധിച്ച് നിങ്ങൾ ഹബീബിൽ നിന്ന് കേട്ട ഒരു ഹദീസ്, അത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അപ്പൊ ഇന്നിവിടെ നിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പോവുകയാണ്. ആ ഹദീസ് നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ മദീനത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഒരുപക്ഷേ ഞാൻ മരിക്കുകയോ നിങ്ങൾ മരിക്കുകയോ ചെയ്ത് ഈ ഹദീസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിലോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ച് ഇങ്ങ് ഷാമിലേക്ക് വന്നത് എന്ന് ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു. നോക്കണേ, നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ ഉസ്താദുമാർ ചുറ്റുവട്ടത്തുമുണ്ടാകുമ്പോൾ ഇൽമ പഠിക്കാൻ ഇത്രയൊന്നും ദൂരം പോകേണ്ടതില്ലാത്ത വിധം നമ്മുടെ മുമ്പിൽ അള്ളാഹു സൗകര്യം ചെയ്തു തരുമ്പോൾ ആ ഇൽമിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം, ആ ഇൽമിന് കൊടുക്കേണ്ട മഹത്വം, ആ ഇൽമനുസരിച്ച് ജീവിക്കേണ്ട അനിവാര്യത കൂടി വരികയാണ്. സ്വഹാബികളുടെ കാലം പോലെയല്ല നമ്മുടേത്. സൗകര്യങ്ങൾ അള്ളാഹു ഒരുപാട് തന്നിരിക്കുകയാണ്. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. ടെക്നോളജി ഉപയോഗപ്പെടുത്തണം. അത് വലിയ ഒരു സൗകര്യമാണ്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കി ഏതെങ്കിലും ലൈബ്രറികളിൽ കടന്നു ചെന്ന് അവിടുത്തെ ലൈറ്റും അവിടുത്തെ പെർമിഷനും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ സമയവും എല്ലാം ക്രമീകരിച്ച് യാത്ര ചെയ്ത് കണ്ടെത്തേണ്ടിയിരുന്ന കിതാബുകൾ ഇന്നത്തെ ഡിജിറ്റൽ ലൈബ്രറിയിൽ മനുഷ്യന് ലഭ്യമാണ്. നമ്മൾ ഉപയോഗപ്പെടുത്തണം. വളരെ കൂടുതൽ സമയം ഇൽമിന് വേണ്ടി, അതിൻ്റെ യാത്രക്ക് ചെലവഴിക്കാതെ ഇൽമിന് വേണ്ടി മാത്രം ചെലവഴിക്കാൻ നമുക്ക് നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ സമയമുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. സ്വഹാബിമാർ ചെയ്ത ത്യാഗത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗമെങ്കിലും ഇൽമിൻ്റെ വഴിയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നാം കൃതാർത്ഥരായി. 17 ദിവസം കൊണ്ട് ഒരു ഭാഷ പഠിച്ച സ്വഹാബിയുണ്ട്. ഒരു ഭാഷ, അറിയാത്തൊരു ഭാഷ. ഇമാം അഹ്മദ് എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, സയ്യിദേ, ജൂതന്മാർ എനിക്ക് കത്തയക്കുന്നുണ്ട്. യഹൂദികളുടെ കത്തുകൾ എനിക്ക് വരുന്നു. അവരെഴുതുന്നത് സുരിയാനി ഭാഷയിലാണ്. അതുകൊണ്ട് തഅല്ലമിസ് സുരിയാനിയ, നിങ്ങൾ സുരിയാനി ഭാഷ പഠിക്കണമെന്ന് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ, തഅല്ലംതുഹാ, ആ ഭാഷ ഞാൻ പഠിച്ചത് 17 യൗമ, 17 ദിവസം കൊണ്ടാണ് ഞാൻ പഠിച്ചത്. വെറും 17 ദിവസം, 17 ആഴ്ചയല്ല, 17 ദിവസം കൊണ്ട് ഒരു ഭാഷ പഠിച്ചു. മഹാൻ പറയാ, നിബിതങ്ങൾക്ക് വരുന്ന കത്തുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സുരിയാനി ഭാഷ വായിച്ച് നിബിതങ്ങൾക്ക് അറബിയിൽ തർജ്ജമ ചെയ്തു കൊടുക്കും. നിബിതങ്ങൾ ജൂതന്മാർക്ക് എഴുതുന്ന കത്തുകൾ അവരുടെ ഭാഷയിൽ ഞാൻ എഴുതി കൊടുക്കും. ഇത് ഞാൻ പഠിച്ചത് 17 ദിവസങ്ങൾ കൊണ്ടായിരുന്നു. ഇമാം തുർമുദി, ഇമാം അഹ്മദ് എന്നവരൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. എന്തൊരു ഇൻസ്പിറേഷൻ അല്ലേ! ഇത്രയും വലിയ IQ ഉണ്ടായിരുന്ന സ്വഹാബിമാർ. ആ മഹാനാണ് വിശുദ്ധമായ ഖുർആൻ ജംഅ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചപ്പോ വിശുദ്ധമായ ഖുർആൻ ജംഅ് ചെയ്യുന്ന ദൗത്യം ഏറ്റെടുത്തത് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദ് ഇബ്നു സാബിത്തേ, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ എല്ലിൻ കഷ്ണങ്ങളിലും തോൽ കഷ്ണങ്ങളിലും പാറക്കല്ലുകളിലും എഴുതി വെച്ചത് നിങ്ങൾക്കറിയുമല്ലോ. നിങ്ങൾ ഹബീബിന്റെ വഹി എഴുതി കൊടുക്കുന്നവരായിരുന്നില്ലേ? ഹബീബിന്റെ സ്ക്രൈബാണ് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അത് നിങ്ങളൊന്ന് ജംഅ് ചെയ്യണം. ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ നിങ്ങളൊന്ന് ഒരുമിച്ചതിനെ ക്രോഡീകരിക്കണമെന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവർ പറഞ്ഞൊരു വാക്കുണ്ട്, അബൂബക്കർ സിദ്ദീഖ് എന്നവരെ, ഈ ഒരു മഹാദൗത്യം നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്, ഇതിലും വലുത്, ഇതിലും എനിക്ക് ഏറ്റവും എളുപ്പമായത് ഒരു പർവ്വതം അവിടെ നിന്ന് എടുത്തു മാറ്റണം എന്ന് പറയലായിരുന്നു. ഒരു പർവ്വതം എടുത്തു മാറ്റാനാണ് എന്നോട് പറഞ്ഞതെങ്കിൽ അത്ര എനിക്ക് ഭാരം തോന്നുമായിരുന്നില്ല. അള്ളാഹുവിന്റെ വചനം, വിശുദ്ധമായ ഖുർആൻ, അതിന്റെ ഒഥന്റിസിറ്റിയോടുകൂടെ
ജെന്യുവിനായി ഒരക്ഷരം പോലും നഷ്ടപ്പെടാതെ വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളെ ഞാനത് ക്രോഡീകരിക്കണമെന്ന് നിങ്ങൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ അങ്ങയിൽ എന്നിലുള്ള വിശ്വാസം ഞാൻ അംഗീകരിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുന്നു സിദ്ദീഖ് എന്നവരെ. പക്ഷേ ഇതൊരു ഈസി ടാസ്ക് അല്ല, ഇത് വലിയൊരു പ്രയാസകരമായ ജോലിയാണ്. ആ ദൗത്യം മഹാനവറുകൾ വളരെ പോസിറ്റീവായിട്ട് ഏറ്റെടുത്തു എന്നത് അത്ഭുതം. പോസിറ്റീവായിട്ട് ഏറ്റെടുത്തു. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുമ്പോഴേ കുറച്ച് ടഫുള്ള വിഷയങ്ങളുണ്ടാവും. സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്. ചില പുസ്തകങ്ങൾ ഇങ്ങനെ നുണഞ്ഞാൽ മതിയാവുന്ന ഒരു വായന വായിച്ചാൽ അങ്ങ് മനസ്സിലാവും. ചില പുസ്തകങ്ങൾ, ചില കിതാബുകൾ 2-3 തവണ വായിക്കേണ്ടി വരും. സം ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. ചിലതങ്ങ് ചവച്ചരച്ച് കുടിക്കേണ്ടി വരും. ചിലതങ്ങ് നുണഞ്ഞാൽ മതിയാവും. ചിലത് 4, 5, 10, 20 തവണ ഓതി നോക്കേണ്ടി വരും അത് മനസ്സിലാവാൻ. പക്ഷെ ആ ഒരു കറേജ്, ആ ഒരു പേഷ്യൻസ് നമുക്കുണ്ടെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങൾ പിന്നീട് എളുപ്പമാകും. ഭാഷകളിൽ ഏറ്റവും വലിയ ഭാഷ അറബ് ഭാഷ തന്നെയാണ്. അത്രത്തോളം മനോഹരമായ ഒരു ഭാഷ ലോകത്തില്ല. അത്രയും പ്രിസൈസ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇൻഡെപ്ത് മീനിങ് ഉള്ള ഇത്രയും മനോഹരമായൊരു ഭാഷ അല്ലാഹു ഖുർആനിന് ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വളരെ വ്യക്തമായ അറബ് ഭാഷയിൽ തന്നെയാണ് ഖുർആൻ എന്ന് അലങ്കാരത്തിലും അഭിമാനത്തിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭാഷാ പഠനം വലിയൊരു ദൗത്യമാണ്, ഒരു ടാസ്ക്കാണ്. അത് നൈപുണ്യം നേടിയെടുക്കൽ നിർബന്ധമാണ്. മഹാനായ മുഹമ്മദ് ബിൻ ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അവിടുത്തെ ശിഷ്യന്മാരെ വിളിച്ച് താരീഖ് ത്വബരി ഉണ്ട്. ഇമാം ത്വബരിയുടെ താരീഖുണ്ട്, ചരിത്ര ഗ്രന്ഥമുണ്ട്. വിദ്യാർത്ഥികളോട് ചോദിച്ചതാണ്, മുതഅല്ലിമീങ്ങളോട്, മില്ലദുൻ ആദം ഇലാ യൗമിനാ ഹാദാ. വലിയ മെമ്മറി ഉണ്ടായിരുന്ന മഹാനായ മുഹമ്മദ് ബിൻ ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അപാരമായ മെമ്മറിയാണ്. കുട്ടികളെ, നമുക്ക് ചരിത്രം എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. എവിടെ മുതൽ? ആദം നബി മുതൽ ഇന്നത്തെ ദിവസം വരെയുള്ള ചരിത്രം. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ഉസ്താദ് പറഞ്ഞു കൊടുക്കുക ചെയ്യുക, കുട്ടികളാണ് എഴുതേണ്ടത്, എത്ര പേജ് ഉണ്ടാവുമെന്ന് ചോദിച്ചു. ആയിരക്കണക്കിന് പേജുകൾ, 30,000, ഒരു 30,000 പേജൊക്കെ വരും. അല്ലാ, അതൊക്കെ എഴുതി തീരുമ്പോഴേക്കും മരിച്ചു പോകൂല ഉസ്താദേ, അത്രയൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. ഒന്ന് ചുരുക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് 3,000 ഒരു 3,000 പേജ് അത് എഴുതാന്ന് പറഞ്ഞു. 3,000 പേജ് ടൈപ്പ് ചെയ്യാനല്ലേ, അതൊക്കെ എത്ര എളുപ്പമാണ്. ഇന്നത്തെ പേനയുമല്ല, മഷിയിൽ കുത്തിയിട്ട് കലം എന്ന് പറഞ്ഞാൽ തന്നെ ചെത്തിയെടുക്കുകയാണ്. ആ ഒരു മുളയുടെ കഷ്ണമൊക്കെ കുത്തിയിട്ട് എഴുതണം. അങ്ങനെ 3,000 പേജിൽ അവർ താരീഖ് എഴുതി. അപ്പൊ തന്നെ മഹാൻ പറഞ്ഞു, മാതത്തിൽ ഹിമം, ഡിറ്റർമിനേഷൻ ഹാസ് പാസ്ഡ് അവേ. മനസ്സിലൊന്നും നിങ്ങൾക്കൊരു ധൈര്യമോ ഈ ഒരു ഉന്മേഷമോ ഒന്നും കാണുന്നില്ലല്ലോ. 30,000 എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇത് കൂടുതലാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. 3,000 അവർ ഓക്കെ എന്ന് പറഞ്ഞു, അത് വേറെ വിഷയം. ആ 3,000 എന്ന് പറഞ്ഞപ്പോൾ മഹാൻ പറഞ്ഞു, എവിടെ മനോധൈര്യം ഒന്നും ഇല്ലല്ലേ, 3,000 മതിയോ എന്ന് ചോദിച്ചു. ഏതായാലും 3,000 എഴുതി. മഹാൻ പറഞ്ഞു, നമുക്കൊന്ന് തഫ്സീർ എഴുതിയാലോ. തഫ്സീർ ത്വബരി ഉണ്ടെന്ന്, തഫ്സീർ എഴുതില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ വീണ്ടും ചോദിച്ചു, എത്ര പേജ് കാണും ഉസ്താദേ? ഒരു 30,000 പേജൊക്കെ കാണുമെന്ന് പറഞ്ഞു. യാ അല്ലാഹ്, പറ്റൂല ഉസ്താദേ, ഡിസ്കൗണ്ട് വേണം. അങ്ങനെ ചുരുക്കിയിട്ട് 3,000 പേജ് പറ്റുമെന്ന് ചോദിച്ചു. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തഫ്സീർ എഴുതി. ആ തഫ്സീറാണ് തഫ്സീർ ത്വബരി, നമ്മൾ ഇന്ന് കാണുന്ന മുഹമ്മദ് ബിൻ ജരീർ ത്വബരി തങ്ങളുടെ തഫ്സീർ. താരീഖ് ത്വബരിയുണ്ട്. ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു ലോകത്ത് നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യണം? അന്ന് സൗകര്യക്കുറവുള്ള കാലത്ത് 3,000 പേജ് എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ മുതഅല്ലിമീങ്ങൾ ഓക്കെ. ഇന്ന് ഉസ്താദുമാര് ഫത്ഹുൽ മുഈൻ അർത്ഥം വെച്ച് തരാണ്. മസ്അല പറയാം, ഒരു പേജ് മതി ഉസ്താദ്, ഇനി അടുത്ത പീരീഡ് എടുത്താൽ പോരെ, കുഴങ്ങിപ്പോയി, കേട്ടിട്ട് കുഴങ്ങിപ്പോയി. ദർസെടുത്ത ഉസ്താദല്ലേ പറയുന്നത്. മുതഅല്ലിം പറഞ്ഞു, ഉസ്താദേ ഇനി അടുത്ത പേജ് തുടങ്ങല്ലേ, അടുത്ത ക്ലാസ് തുടങ്ങിയാൽ പോരെ, ഒരു പേജ് ആകുമ്പോൾ 2 പേജ് ആകുമ്പോഴേക്കും. മാതത്തിൽ ഹിമം, ഹിമ്മത്ത് കുറഞ്ഞു പോകരുത്. ഇൽമുള്ളിടത്ത് നിന്നാണ് ദീനിന് ഇസ്സത്തുണ്ടാവുക. വായിച്ചാലും തീരാത്തത്ര ഇൽമ്, ദീനിന്റെ
ശാസ്ത്രങ്ങളിൽ എഴുതി വെക്കപ്പെട്ട കിതാബുകൾ. അതിൻ്റെ പേജ് വായിച്ച് തീരുമ്പോഴേക്കും സമയം തീർന്നു. അത്രയും കിതാബുകൾ മഹാന്മാരുടേത് രേഖപ്പെട്ട് കിടക്കുകയാണ്. അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ മഹാസാഗരങ്ങൾ. അങ്ങനെ വലിയൊരു പണ്ഡിതയായിരുന്നു നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്നൊന്നും MBBS എന്ന് പറയാത്തത് കൊണ്ടാ മഹദി റളിയല്ലാഹു അൻഹ തിബ്ബിൽ, മെഡിസിനിൽ നല്ല അവഗാഹമുണ്ടായിരുന്ന പണ്ഡിതയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഉർവത്ത് ബിൻ സുബൈർ എന്നവരെ പറയുന്നുണ്ട്, ആയിഷ ബീവി അവരുടെ എളാമയാണ്, അസ്മാ ബീവിന്റെ മോനാണ്. അപ്പൊ പറയാണ് ഉമ്മ എന്നാ വിളിക്കാം. ഉമ്മ അബ്ദില്ല എന്നാണ് ആയിഷ ബീവി അറിയപ്പെടുന്നത്. അബ്ദുള്ളയുടെ ഉമ്മ. ആയിഷ ബീവി ആരെയും പ്രസവിച്ചിട്ടില്ല. പക്ഷേ അബ്ദുള്ളന്റെ ഉമ്മ എന്ന ആയിഷ ബീവിയെ പറയുന്ന അസ്മാ ബീവിന്റെ മോൻ അബ്ദുല്ലാഹിബിൻ സുബൈർ എന്നവരെ കുറിച്ചാണ്. ഉമ്മ അബ്ദില്ലാഹി ആയിഷത്തു സിദ്ദീഖ അൽ മുബറഅത്തി മിൻ ഫൗഖി സബ്ഇ സമാവാത് റളിയല്ലാഹു തആല അൻഹ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് എന്നവരുടെ മോള്. ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉർവത്ത് ബിൻ സുബൈർ എന്നവർ, അബ്ദുല്ലാഹിബിൻ സുബൈർ എന്നവരുടെ ജ്യേഷ്ഠൻ, മഹാനവറുകൾ താബിഇയാണ്, അനുജനായിരിക്കും, അനുജൻ ഉർവത്ത് ബിൻ സുബൈർ എന്നവർ. അബ്ദുല്ലാഹിബിൻ സുബൈർ എന്നവർ സ്വഹാബിയാണല്ലോ. ഉർവത്ത് ബിൻ സുബൈർ എന്നവർ താബിഇയാണ്. മഹാനവറുകൾ ചോദിച്ചു, ഉമ്മ, ഹദീസിലും ഖുർആനിലും നിങ്ങൾക്ക് അവഗാഹമുണ്ട് എന്നതിൽ എനിക്കൊരു അത്ഭുതമല്ല. കാരണം നിങ്ങൾ ഹദീസും ഖുർആനും പറഞ്ഞു തരുന്ന ഹബീബിന്റെ ഭാര്യയാണ്. പക്ഷെ നിങ്ങൾ മെഡിസിനിൽ എങ്ങനെയാണ് ആയിഷ ബീവി നിങ്ങൾക്ക് ഇത്ര വലിയ അറിവുണ്ടായത്? ഇത് വലിയ അത്ഭുതമാണല്ലോ. നിങ്ങൾ എവിടുന്ന് പഠിച്ചു മെഡിസിൻ എന്ന് ചോദിച്ചു. MBBSനൊക്കെ മക്കളെ പറഞ്ഞേക്കുമ്പോഴേ നമ്മുടെ ഉമ്മയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പഠിച്ചൊരു വിഷയമാണിത്. ആ മാർഗത്തിൽ തന്നെ ആവട്ടെ തങ്ങളുടെ മക്കളും എന്ന ഒരു ചിന്തയിൽ പറഞ്ഞയച്ചാൽ അതൊക്കെ ഒരു ഖൈറായ കൂലി കിട്ടുന്ന കാര്യമാണ്. ഇത് 4 ആളെ മുമ്പിൽ എൻ്റെ മോള് ഡോക്ടറാണ്, എൻ്റെ മോൻ ഡോക്ടറാണ്, മോളെ കെട്ടിയത് ഡോക്ടറാണ്, മകൻ കെട്ടുന്നത് ഡോക്ടറാണ്, ഇത് പറയുന്ന ഒരു അഭിമാനം, ഒരു ഫഖർ, ഇതിന് മാത്രമാണെങ്കിൽ കൊടുത്ത കാശൊക്കെ പോയി. നേരെ മറിച്ച് ഇത് നമ്മുടെ ഉമ്മയുടെ മാതൃകയാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പഠിച്ചെടുത്ത വിഷയമാണ്. ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ, നബിതങ്ങളുടെ മശ്വറ നടക്കുമ്പോൾ സ്വഹാബികളിൽ ഒരാളെ മാത്രം നബിതങ്ങൾ തിരക്കി, സൽമാൻ എവിടെ? സൽമാൻ റളിയല്ലാഹു അൻഹു വന്ന് ഉഹദ് മലയുടെ മുകളിലൂടെ നടക്കുകയാണ്. സൽമാൻ തങ്ങൾ തിരിച്ചു വന്നപ്പോൾ തങ്ങൾ ചോദിച്ചു, സൽമാൻ, നമ്മളൊരു വിഷയത്തിൽ കൺസൾട്ടേഷൻ നടത്തുകയായിരുന്നു, ഒരു മശ്വറ, നിങ്ങളെ കണ്ടില്ലല്ലോ. പൊന്നാര നബിയെ, ഞാൻ മദീനയുടെ ഒരു ഏരിയൽ വ്യൂ എടുക്കുകയായിരുന്നു. അന്ന് ഇപ്പോൾ ഡ്രോണുകളൊന്നും, ഇവിടെ ഡ്രോൺ ഇങ്ങനെ പറക്കുന്ന കണ്ടല്ലോ, ഫോട്ടോ എടുക്കുന്ന. അന്ന് ഡ്രോണുകളില്ല, ഏരിയൽ വ്യൂ കിട്ടണം. മേലെ നിന്നിട്ട് മദീനയുടെ ചുറ്റും ഏത് ഭാഗങ്ങളിലൊക്കെ മലകളുണ്ട്, ഏത് ഭാഗമാണ് വൾനറബിൾ ടു അറ്റാക്ക്, ശത്രുക്കൾ വന്ന് അടിക്കാൻ സാധ്യതയുള്ള ഭാഗം ഏതാണ്, ഏത് ഭാഗങ്ങളിലൊക്കെയാണ് വീടുകളുള്ളത് എന്ന് മദീനയുടെ ഒരു സ്കൈ വ്യൂ, ഒരു ഏരിയൽ വ്യൂ കിട്ടാൻ വേണ്ടി ഉഹദ് മലയുടെ മുകളിൽ കയറിയതായിരുന്നു സൽമാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ടാ പറഞ്ഞത്, നബിയേ, മദീനക്ക് 3 കിലോമീറ്റർ ദൂരം, 5000 മുഴം എന്നാ പറയാ, 5000 മുഴം നമുക്ക് മദീനയുടെ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ടു അറ്റാക്ക്, അവിടെ ശത്രുക്കൾ വന്ന് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടം ഞങ്ങൾ ഇറാനിൽ ചെയ്തിരുന്ന പോലെ, മുഹമ്മദ് നബിയെ അംസിക്, നിർത്തണം, അവർക്ക് അടിമക്ക് 2 കൂലിയ. അപ്പൊ ഒരു ജീവൻ കൊടുക്കാൻ കൂടെ പോകേണ്ടതുണ്ട്. അടിമക്കത് കഴിയില്ല ഉടമയുടെ സമ്മതമില്ലാതെ. വലൽ ഹജ്ജു, ആഗ്രഹം തോന്നുമ്പോഴൊക്കെ വിശുദ്ധമായ മക്കയിൽ ചെന്ന് ഒന്ന് ഹജ്ജ് ചെയ്യണമെന്ന് കൊതിയുണ്ട്. വലാ ബിർറു ഉമ്മീ, യതീമായി ജനിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഉമ്മയാണ് തണല്. എൻ്റെ ഉമ്മയുടെ കൂടെ ഖിദ്മത്ത് ചെയ്യാൻ ഞാൻ അടിമയായാൽ എനിക്ക് പറ്റില്ലല്ലോ. എൻ്റെ ഉടമ എന്നെ സമ്മതിച്ചില്ലെങ്കിലോ എൻ്റെ ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കാനും ഹജ്ജ് ചെയ്യാനും അള്ളാന്റെ റസൂലിന് വേണ്ടി ജീവത്യാഗം ചെയ്യാനും അവസരം കിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഞാനൊരു അടിമയായി ജീവിച്ചു മരിക്കാൻ കൊതിക്കുകയാണ് എന്ന് പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരു ഹദീസാണത്. ആ ഒരു ഹദീസിനെ മഹാനവറുകൾ ജീവിതത്തിലേക്ക് എടുക്കുകയാണ്. തങ്ങളത് പറഞ്ഞപ്പോൾ എനിക്കതിന് ആഗ്രഹമുണ്ട്. യാ അല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഒരു മയ്യിത്തിന് ജനാസയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങി.
ഫസമിഅ്തുഹു യദ്ഉ ലിൽ മയ്യിതി യഖൂൽ പുണ്യനബി തങ്ങൾ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. അല്ലാഹുവേ ഈ മയ്യിത്തിന് പുറത്തു കൊടുക്കണേ, വർഹംഹു നീ കരുണ ചെയ്യണമേ. ഒന്ന് കണ്ണ് തുറക്കാൻ പോലും കഴിയാത്ത, തുറന്നു വെച്ച കൺപോളെ ഒന്നടക്കാൻ പോലും കഴിയാതെ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അല്ലാഹു ആ മൗത്തിന്റെ രംഗം അല്ലാഹു ഈമാനിലും പരിപൂർണമായ അള്ളാഹുവിൻ്റെ ലിഖാഇനെ കൊതിച്ചുകൊണ്ടും മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനുകൾക്കും അള്ളാഹു തന്നെ തൗഫീഖ് നൽകട്ടെ. ഖാമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജനാസത്തിൻ ഫസമിഅ്തുഹു യദ്ഉ ലിൽ മയ്യിത്ത്. പുണ്യനബി മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്തു എന്നായി പറയുന്നത്. ഒരു പക്ഷേ ജനാസ നിസ്കാരത്തിലാവാം, അല്ലാതിരിക്കാം. മയ്യിത്തിന് വേണ്ടി ദുആ എന്നാണ് ഇവിടെ പറയുന്നത്. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. ആ കാര്യം കൂടെ പറയാം. മയ്യത്തിന് വേണ്ടി ദുആയിരുന്നൂടാ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കാണാം. മയ്യത്ത് അവിടെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ഹഫ് എടുത്ത് ഓതാൻ വരെ വിടൂല. അതൊക്കെ ബിദ്അത്താന്നാ പറയാ. അആദനല്ലാഹ്. അള്ളാഹുവിൻ്റെ കലാം ഓതൽ എങ്ങനെ ബിദ്അത്താവും? മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യൽ എങ്ങനെ ബിദ്അത്താകും? തങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ ചെയ്യാൻ പാടില്ലാത്തത്. ഇബാദത്തിന്റെ വിഷയം വിശാലമായി ഒഴിച്ചിട്ട് തന്ന പലതും പറ്റില്ല എന്ന് പറഞ്ഞ് എത്ര ഇബാദത്തുകൾ, എത്ര ഉമ്മമാർക്ക് വാപ്പമാർക്ക് ജനാസയായി എടുത്തുകൊണ്ടു പോകുമ്പോൾ ഒരു ദുആ തൽഖീൻ കിട്ടാതെ ഉസ്താദുമാരെയും മുതഅല്ലിമീങ്ങളെയും വിളിച്ചിട്ടെങ്കിലും, സ്വന്തം വീട്ടുകാർക്ക് ദ്വാരക്കാൻ വയ്യ, എന്നാൽ ഒരു മുതഅല്ലിമിനെ വിളിച്ചിട്ടെങ്കിലും ഒരു ദുആ ചെയ്യിപ്പിക്കാൻ സാധിക്കാതെ പോകുന്ന ഹതഭാഗ്യന്മാർ. എന്ത് പാർട്ടിക്ക് സിന്ദാബാദ് വിളിച്ചിട്ടെന്താ, മരിച്ചു പോകുമ്പോൾ ഫക്കീറായിട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് പോകൂലേ? ഷഫാഅത്ത് കൊണ്ടല്ലേ നമ്മൾ രക്ഷപ്പെടുന്നത്. മുഅ്മിനീങ്ങളുടെ ദുആ ഷഫാഅത്താണ്. മുഅ്മിനീങ്ങളുടെ ദുആ ഷഫാഅത്താണ്. നമ്മൾ എത്ര വലിയ പാപികളാണെങ്കിലും കൂടെയുള്ള ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തിയേക്കും. ഞാൻ അവസാനിപ്പിക്കാൻ വലീദ്ദീൻ ഫൈസി ഉസ്താദ് എത്തിയിട്ടുണ്ട്. നമുക്ക് ദുആ മജ്ലിസിലേക്ക് കടക്കാൻ സമയമായിട്ടുണ്ട്. പുണ്യനബി ദുആ ചെയ്തു കൊടുത്തു മയ്യത്തിന്. ആമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ മയ്യത്തിന്റെ അരികത്ത് നിന്ന് ദുആ ചെയ്തു. ഫസമിഅ്തുഹു യദ്ഉ. നബി തങ്ങൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടുവെന്ന് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹ്, പടച്ചവനെ പുറത്തു കൊടുക്കണേ, വറഹംഹു വആഫിഹി, മാഫു ചെയ്യണേ, റഹ്മത്ത് ചെയ്യണേ, വഅഫു അൻഹു, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണേ, വഅക്രിം നുസുലഹ്, നിന്റെ അതിഥിയാണ് റബ്ബേ, ഖബറിലേക്ക് വരുമ്പോൾ നിന്റെ ആതിഥ്യം നീ ബഹുമാനത്തോടെ കൊടുക്കണമേ, വവസ്സിഅ മുദ്ഖല, ഇടുങ്ങിയ സ്ഥലത്തേക്കാ വരുന്നത്, ഖബർ ഇടുങ്ങിയ ഇടമാണ്, അല്ലാഹുവേ വിശാലമാക്കി കൊടുക്കണേ, വഗ്സിൽഹു ബിൽമാഇ വത്തൽജി വൽ ബറദ്, അല്ലാഹുവേ മഞ്ഞുതുള്ളി കൊണ്ട്, ശുദ്ധമായ വെള്ളം കൊണ്ട്, തണുത്ത വെള്ളം കൊണ്ട് നീ അവരെ കഴുകി ശുദ്ധിയാക്കണേ, അല്ലാഹുവേ കമാ യുനഖ്ഖ അസ്സൗബുൽ അബീദു മിനദ്ദനസ്, തിന്മകളിൽ നിന്ന് അല്ലാഹുവേ വെള്ളവസ്ത്രം കഴുകി ശുദ്ധിയാക്കി എടുക്കുന്ന പോലെ, ഒരു വെള്ളവസ്ത്രം കഴുകിയാൽ അതിന്റെ വൃത്തി തെളിഞ്ഞു വരുന്ന പോലെ ഈ പാവം മനുഷ്യനെ നീ മാപ്പ് ചെയ്യണേ, വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, ദുനിയാവിന്റെ വീടിനേക്കാളും ഖൈറായ സ്വർഗ്ഗത്തിലെ വീട് കൊടുക്കണമേ, വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, തന്റെ ഭാര്യയെ അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ ദുനിയാവിലെ സ്വഭാവത്തെക്കാളും ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായി മാറ്റിക്കൊടുക്കണമേ നാളെ സ്വർഗ്ഗത്തിൽ. അതിനർത്ഥം അതാണ്, അല്ല ഭാര്യനെ മാറ്റി വേറെ ഭാര്യയെ കൊടുക്കണേ എന്നല്ല അവിടെ ഉദ്ദേശം. ഈ ഗൾഫിലൊക്കെ പോയി അറബി പഠിച്ചോലേ, ഈ അതീത് അർത്ഥം വെക്കുമ്പോൾ അതിനെ ഉദ്ദേശിച്ചിട്ട് ഭാര്യനെ ഒഴിവാക്കി അവിടെ വേറെ ആളെ തരണേ എന്നിട്ടാണോ ഈ പറയുന്നത്? അല്ലെങ്കിൽ ഭർത്താവിനെ മാറ്റി അല്ലല്ല, മുഅ്മിനീങ്ങളായ ആളുകൾ അവിടെയും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്നതാണ്. കാരണം ഈ ദുന്യാവിലെ സ്വഭാവമോ ദുന്യാവിലെ രൂപമോ അല്ല സ്വർഗീയവാസികൾക്ക് അല്ലാഹു നൽകുന്നത്. ഏറ്റവും വലിയ ഹൂരികളെക്കാളും സൗന്ദര്യമുള്ളവരാണ് മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ. മുഅ്മിനത്തുകളായ ഈ അതിസുന്ദരിമാരുടെ സുന്ദരികളായ വേലക്കാരികൾ മാത്രമാണ് ഹൂരികൾ എന്നാണ് പരിശുദ്ധൻ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈ പറയുന്നത്, വസൗജൻ ഖൈറൻ മിൻ സൗജി വഅദ്ഖിൽഹുൽ ജന്ന, റബ്ബേ സ്വർഗ്ഗം കൊടുക്കണേ, വഅഇദുഹു മിൻ അദാബിൽ ഖബർ വഫിത്നതിഹി വമിൻ അദാബിൻ നാർ, നരകത്തിന്റെ ശിക്ഷ കാക്കേണമേ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ കൊടുക്കണമേ. അദാബുൽ ഖബർ ഹഖ്ഖുൻ, വിശുദ്ധ ഹദീസ് കൊണ്ട് തെളിഞ്ഞ വിഷയമാണത്. അല്ലാഹുവേ ഖബർ ശിക്ഷയിൽ നിന്ന് കാക്കേണമേ എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യുന്നത് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ പറഞ്ഞു പോയി. ഖാല ഔഫുൻ, ഔഫ് എന്നവർ പറഞ്ഞു പോയി, വദിത് ഹത്താ തമന്നൈതു,
ഞാൻ കൊതിച്ചുപോയി. അൻ അകൂന ദാകൽ മയ്യിത്ത്, തങ്ങൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. ഇങ്ങനൊരു പ്രാർത്ഥനയല്ലേ നബി തങ്ങൾ ചെയ്യുന്നത്? അത് ഇൻഫിആലാണ്. ഒരു ഹദീത്ത് കേൾക്കുമ്പോൾ, ഒരറിവ് ലഭിക്കുമ്പോൾ, പടച്ചവനെ എനിക്കത് കിട്ടണമേ, ഞാനും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നത് ആ ഹദീത്തിനോട് ചെയ്യുന്നൊരു അദബാണ്. പുണ്യ നബി തങ്ങളത് പറഞ്ഞ് ആ ദുആ ചെയ്തപ്പോഴേ, യാ റബ്ബ്, ആ മണ്ണിൽ കിടക്കുന്ന മനുഷ്യൻ, അയാൾക്ക് പകരം ഞാനായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നല്ലോ റബ്ബേ ഈ പ്രാർത്ഥനയെന്ന് കൊതിച്ചു പോകുന്ന സ്വഹാബിമാർ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിനെ ചെലവഴിക്കുന്നത് വരെ ഏറ്റവും നല്ല നന്മ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ബൈറഹ എന്ന തൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഈത്തപ്പന തോട്ടമൊന്നാകെ ദീനിന് വഖഫ് ചെയ്തു കൊടുത്ത സ്വഹാബിയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു. അത് കേൾക്കുമ്പോഴേക്കുമുള്ള അതിന് പ്രതികരണമാണ്. ഇൽമിന്റെ ഇന്നമാ സമറത്തുൽ ഇൽമിൽ അമൽ, ഇൽമിന്റെ ഏറ്റവും വലിയ ഫ്രൂട്ട് എന്ന് പറയുന്നത് അമലാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹും, രണ്ട് സ്വഹാബിമാർ, ഇവരാണ് മദീനയിൽ വന്ന് ആദ്യം ദഅവത്ത് ചെയ്തത്. മദീന കീഴടക്കിയത് യുദ്ധം കൊണ്ടല്ല, നിങ്ങൾ മനസ്സിലാക്കണം. മദീന ഇസ്ലാമിലേക്ക് വന്നത് ഖുർആൻ കൊണ്ടാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു പള്ളി ഉണ്ടാക്കി. സിദ്ദീഖ് എന്നവരുടെ സ്വന്തം ചെലവിൽ ഒരു പള്ളി ഉണ്ടാക്കി. ഞാൻ അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കുറേ നേരെ എന്താ നിർത്താത്തത്? ഇപ്പൊ നിർത്തുവേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളി ഉണ്ടാക്കിയിട്ട് കാന യഖൂമുൽ ലൈൽ യഖറ, മഹാനവറുകൾ ഖുർആൻ ഓതുകയാണ് രാത്രി മുഴുവനും. അങ്ങനെ ഖുറൈശികൾ പേടിച്ചു. അവിടുത്തെ കുഫാറുകളുടെ മക്കളും പെണ്ണുങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഹജ്ജുദിന്റെ ഖിയാമുൽ ലൈലിന്റെ ഖിറാഅത്ത് കേൾക്കാൻ വേണ്ടി സിദ്ദീഖ് എന്നവരുടെ കൊച്ചു പള്ളിക്ക് ചുറ്റും രാത്രി മുഴുവൻ ഉറങ്ങാതെ നിൽക്കുമായിരുന്നു. ഹത്താ, അവരെ പേടിച്ചു. ഖശിഉ അലാ ഔലാദിഹിം വനിസാഇഹിം, അവരുടെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ദീനിലേക്ക് അങ്ങ് പോയി പോകുമോ എന്ന് പേടിച്ചു. സിദ്ദീഖ് എന്നവരുടെ ഖിറാഅത്ത് കാരണം മദീന ജയിച്ചടക്കിയത് ഖുർആൻ കൊണ്ടാണ്. തങ്ങള് മദീനത്തേക്ക് വരുന്നതിന്റെ മുമ്പ് മദീനയിലേക്ക് ദഅവത്തിന് പറഞ്ഞയച്ച രണ്ട് സ്വഹാബിമാർ, ഒന്ന് കണ്ണു കാണാത്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു. മനുഷ്യന്റെ കണ്ണുകൾക്കല്ല, ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ കമാ ഖാല അല്ലാഹ്. മനുഷ്യന്റെ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത് ഹൃദയങ്ങൾക്കാണ്. ഇറ്റ്സ് നോട്ട് ദ ഐസ് ദാറ്റ് ആർ ബ്ലൈൻഡഡ് ബട്ട് ദ ഹാർട്ട്സ്. മനുഷ്യന്റെ മനസ്സിനാണ് അന്ധത ബാധിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം രണ്ട് കണ്ണുമില്ല, പക്ഷേ മദീനയിൽ തങ്ങൾ മദീനത്തേക്ക് വരുന്നതിന്റെ മുമ്പ് മക്കയിൽ നിന്ന് മദീനയിൽ വന്ന് ദഅവത്ത് തുടങ്ങി രണ്ട് സ്വഹാബിമാർ. മറ്റൊന്ന് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ രൂപമുണ്ടായിരുന്ന സ്വഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു, മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഉഹദിൽ പ്രത്യേകമായി ശത്രുക്കൾ അറ്റാക്ക് ചെയ്തു. അവർ വിചാരിച്ചു അത് നബിയാണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്. ആ മുസ്അബ് എന്നവരും അബ്ദുല്ലാഹി ഇബ്നു മക്തൂം തങ്ങളും രണ്ടുപേരും മദീനയെ സജ്ജമാക്കിയത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ്. ഖുർആനിന്റെ ഇൽമുകൾ മദീനക്കാർക്ക് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് കീഴടക്കപ്പെട്ട നഗരമാണ് വിശുദ്ധമായ മദീന. സിദ്ദീഖ് എന്നവരുടെ പള്ളിയും ഉമർ എന്നവരുടെ മസ്ജിദും അലിയാർ തങ്ങളുടെ മുസല്ലയും പുണ്യ ഹബീബിന്റെ അൽ മസ്ജിദുൻ നബവിയും ഹബീബിന്റെ മസ്ജിദ് ഖുബാവും ഇതെല്ലാം നിർവഹിച്ച ദൗത്യം ഇൽമിന്റെ പ്രസരണമാണ്. അതുകൊണ്ട് നമ്മുടെ ദാറുൻ നൂർ വിജ്ഞാനത്തിന്റെ വീടെന്നാണ്, ദ ഹൗസ് ഓഫ് ലൈറ്റ്സ്. അതിന്റെ പേര് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി എ ബീക്കൺ ഓഫ് ലൈറ്റ്സ് for the entire Karnataka and beyond. ഇൻഷാ അല്ലാഹ് രാജ്യങ്ങൾക്കും നാടിനും നമ്മുടെ വൻകരകൾക്കും അപ്പുറത്തേക്ക് സത്യത്തിന്റെ, ജ്ഞാനത്തിന്റെ, അറിവിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ വിജ്ഞാനത്തിന്റെ മഹാവെളിച്ച ഗോപുരമായി ഈ സ്ഥാപനം വളർന്ന് പന്തലിച്ച് ഉയരട്ടെ. അതിനുവേണ്ടി സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായി പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിനൊരു പുതിയ ഹോസ്റ്റൽ കെട്ടിടം ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കഴിയുന്ന മുഴുവൻ ആളുകളും സഹായിക്കണം. 1500 സ്ക്വയർ ഫീറ്റ് ആവശ്യമുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് 3500 ചാക്ക് സിമൻറ്റ് വേണം. ചാക്ക് സിമൻറ്റ് വേണം. 14 ലക്ഷം രൂപ അതിന് കാണേണ്ടതുണ്ട്. 45 ലോഡ് ജെല്ലി വേണം 45,000 രൂപക്ക്. 11 ലോഡ് പൂഴി വേണം 16,50,000.
25 ടൺ കമ്പി വേണം, അത് 22,75,000. 50 ലോഡ് സ്റ്റോൺ കല്ല് വേണം, അതിന് 750,000 വേണം. ഏതായിരുന്നാലും നമ്മുടെ ഇവിടുത്തെ ഒരു ടൈൽസ് 1 സ്ക്വയർ ഫീറ്റിന് 30 രൂപയാണ്. അതുകൊണ്ട് ഇതിനാവശ്യമായ സിമെൻറ്റും കമ്പിയും ജെല്ലിയും പൂഴിമണലും ഒക്കെയായി എന്തൊക്കെയാണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു സംവിധാനത്തിൽ നമുക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ പഠിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ ഇത്രയും വലിയൊരു കമ്മിറ്റിയും പ്രവർത്തകരും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അള്ളാഹു തന്ന 4 കാശ് കൊണ്ടെങ്കിലും അള്ളാഹുവിന് വേണ്ടി സഹായിക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയ വിജയമാണ്, വലിയൊരു തൗഫീഖാണ്. അതവിടെ കിടക്കുന്ന കാലത്തോളം നമ്മുടെ ഖബറിലേക്ക് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളുടെ നിസ്കാരം, അവരുടെ ഖിറാഅത്ത്, അവരുടെ ചൊല്ലുന്ന സ്വലാത്ത്, അവരുടെ നൗമും യഖലത്തും എല്ലാം ഇബാദത്തിലാണ്. അള്ളാഹുവിൻ്റെ മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുന്നവരാണ് മുതഅല്ലിമീങ്ങൾ. ആ മഹത്വത്തിൻ്റെ ഒരു അംശം നിങ്ങളുടെ ഖബറിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഈ ഒരു ഗോൾഡൻ ചാൻസ് മിസ്സാവാതിരിക്കുക. ഈ സംരംഭത്തിലേക്ക് വേണ്ടുന്ന സഹായം കഴിയുന്നവരൊക്കെ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. വലിയുദ്ദീൻ ഫൈലി ഉസ്താദ് അവറുകളുടെ ദുആ ദിക്ർ സദസ്സ് ഇവിടെ അരങ്ങേറുകയാണ്. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കട്ടെ. മഹാനവറുകളുടെ മജ്ലിസ് അള്ളാഹു ഖബൂലിയത്തുള്ള മജ്ലിസാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അവർ ചെയ്യുന്ന ദഅവത്തും യാത്രയും ദുആവും എല്ലാം ഈ ഉമ്മത്തിന് ആത്മീയമായ ഉത്തേജനവും അറിവും ജ്ഞാനവും വെളിച്ചവും ലഭിക്കാൻ കാരണമാകുന്ന ഒരു അമലായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു ഈ സ്ഥാപനത്തെ ഉന്നതിയിലേക്ക് ഉയർത്തട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ ദാറുൽ നൂറിന് വേണ്ടിയും ദാറുൽ ഹുദയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചും ബഹാനായ ബഹാവുദ്ദീൻ ഉസ്താദ് അവറുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹാനവറുകൾ നമുക്ക് വേണ്ടി മാഷാ അല്ലാഹ് നമ്മുടെ ഒരു മുതഅല്ലിം, എന്താ മോൻ്റെ പേരെന്താ, നിഹാൽ എന്ന് പറയുന്നൊരു മുതഅല്ലിം 10ാം ക്ലാസ്സിൽ ആയിരുന്ന അല്ലേ, 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ അസുഖം വന്ന് വഫാത്തായിരുന്നു നിഹാൽ. അള്ളാഹുവെ നിഹാൽ എന്ന് പറയുന്ന ആ ഒരു പണ്ഡിത സുഹൃത്തിൻ്റെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹു ഇവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ തമ്പുരാനെ. റിയാസ് അഹമ്മദ് ഇതാരാണ്, 24 ഇയേഴ്സ് വഫാത്തായതാണോ, ദുബൈയിൽ വഫാത്തായത് ആക്സിഡൻറ്റിൽ, മൂടബിദ്രക്കാരനാണ് അല്ലേ. അള്ളാഹുവെ നീ റിയാസിന് മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവെ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹാവുദ്ദീൻ ഉസ്താദിന് വേണ്ടിയൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. ഉസ്താദിനെ നേരിട്ട് കണ്ട് പരിചയിച്ച ആളുകളാണ്. ദാറുൽ ഹുദയിൽ തന്നെ ചെറുപ്പം മുതൽ 12 കൊല്ലം കഴിച്ചു കൂട്ടിയത് കൊണ്ട് 12 വർഷം ഉസ്താദിനെ നേരിട്ട് ഒബ്സർവ് ചെയ്യാൻ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിൽ പറയാൻ പലരും പലതും എഴുതുകയും വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഉസ്താദിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇത്ര നല്ല നിഷ്കളങ്കനായ ഒരാൾ. നമ്മുടെയൊക്കെ പലരും പറയും എൻ്റെ കുട്ടിക്ക് വിസ വേണം, പറയില്ലേ, എൻ്റെ കുട്ടിക്ക് വിസ അയച്ചു കൊടുക്കണം, ഒരു ജോലി നോക്കണം, ദുബൈയിൽ അബുദാബിയിൽ ജോലി കിട്ടുമോ, CV അയച്ചു തരാം, എത്ര ആളുകൾ പറയാറുണ്ട്. ബഹാവുദ്ദീൻ ഉസ്താദ് ഞങ്ങളോട് ദാറുൽ ഹുദയുടെ വിദ്യാർത്ഥികളുടെ മാത്രം ഒരു സദസ്സ് ദുബൈയിൽ, അന്ന് ഉമ്മുൽ ഖുവൈനിൽ അജ്മാനിൽ ഒരു ഹാളിൽ കൂടിയപ്പോൾ ഉസ്താദ് പറയാണ്, എൻ്റെ മക്കൾക്ക്, ഉസ്താദിൻ്റെ മക്കൾ ഹുദവികളായി പാസ്സായ 4-5 മക്കളുണ്ട്, എൻ്റെ മക്കൾക്കാർക്കും നിങ്ങൾ ഒരു വിസയും അയച്ചു കൊടുക്കരുത് എന്നോട് പറയാതെ. അത് പറഞ്ഞു, എൻ്റെ മക്കൾ ദാറുൽ ഹുദയുടെ ബ്രാഞ്ചുകളിൽ നാട്ടിൽ നിന്നുകൊണ്ട് ഇൽമിന് സേവനം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ കൂട്ടുകാർ കൂടെ പഠിച്ചവർ വിസ അയച്ചു കൊടുത്തിട്ട് അവർക്ക് വരാനൊരു ആഗ്രഹവും ഉണ്ടായി, ഞാൻ അവരോട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്നോട് ദേഷ്യം തോന്നൂലേ? അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് വിസ വേണമെങ്കിൽ ഞാൻ പറയും, അപ്പം അയച്ചെന്നാൽ മതി. ഇക്കാലം വരെ ഉസ്താദ് ചോദിച്ചിട്ടില്ല. കൊല്ലം 25 കഴിഞ്ഞപ്പോൾ ഉസ്താദ് അത് വേണ്ടേ. ഒരു പേഴ്സണൽ കാര്യം, എനിക്കിന്നൊരു ആവശ്യമുണ്ട് ഉസ്താദ് പറയില്ല. എന്നോട് ഇപ്പോൾ 2 കാര്യം ഉസ്താദ് സ്വകാര്യം പറഞ്ഞു. രണ്ടും സമൂഹത്തിനെ ബാധിക്കുന്നൊരു വിഷയം പറഞ്ഞത്. ഉമ്മത്തിൻ്റെ പൊതുവിഷയങ്ങളെ പറയൂ. വ്യക്തിപരമായ എൻ്റെ കുട്ടീനെ കെട്ടിക്കണം, വീട്, അസുഖം ഒന്നും പറയില്ലല്ലോ. ഉസ്താദ് വല്ലാത്തൊരു നിഷ്കളങ്കനായൊരു മഹാനാണ്. പഠിക്കുക, അറിവ് എന്നല്ലാണ്ട് അള്ളാഹുവിൻ്റെ വജഹ് എന്നല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ബിരുദം കിട്ടിയപ്പോഴേ അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഉസ്താദിന് ജോലിക്ക് പോയിട്ടില്ല. ദാറുൽ ഹുദയിൽ ഞാൻ പഠിപ്പിച്ചോളാം എന്ന്. ഇബ്രാഹിം ബെഡിയാർ എന്നവർ 5 ലക്ഷം രൂപ സംഭാവന ചെയ്തിരിക്കുകയാണ്. അള്ളാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ കബൂൽ ചെയ്യണേ പടച്ചവനെ. അതുകൊണ്ട് നിഷ്കാമകർമ്മികളായ ഇത്തരം പണ്ഡിതരെന്നും കണ്ടുകിട്ടുക എളുപ്പമല്ല ഇപ്പോഴത്തെ കാലത്ത്. എല്ലാവർക്കും പൈസ വേണം, പക്ഷേ ഇത് പൈസ വേണ്ടാന്ന് പറയുന്നൊരു മഹാനാ ഞങ്ങളുടെ ഉസ്താദ്.
നമ്മുടെയൊക്കെ ഗുരുനാഥൻ. മഹാൻ എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സമുദായത്തിൻ്റെ വിഷയത്തിൽ പലപ്പോഴും പലരും പറയാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും ആദ്യം പറഞ്ഞത്, അത് പിഴച്ചുപോയൊരു ത്വരീഖത്തിനെ സംബന്ധിച്ച് പറഞ്ഞതടക്കം ധൈര്യത്തോടെ ഉസ്താദ് ഒരു ദീർഘദർശനം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹക്കായി പുലരുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരെ ചെളിവാരി തേക്കും മുമ്പ് ഒന്നറിയുക, നമ്മൾ ആരെയാണ് എറിയുന്നത്. 50,000 ഇഖ്ബാൽ എഞ്ചിനീയർ 50,000 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബ്. ഉസ്മാൻ ഹാജി അതൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മുടെ സദസ്സിൻ്റെ അവസാനത്തിൽ ദുആ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഇസ്സത്തിനും ഒരുമക്കും നമ്മുടെ വഹ്ദത്തിനും പൂർവോപരി സമൂഹത്തിന് പഠിക്കാനും അറിയാനും അള്ളാഹുലേക്ക് അടുക്കാനും സാധിക്കുന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കേണ്ട എത്രയോ പണ്ഡിത സാന്നിധ്യങ്ങൾ വെറുതെ അനാവശ്യമായ ചർച്ചകൾക്ക് വഴിച്ചരച്ച് സമൂഹത്തിന് ഉപകാരപ്പെടുന്നതൊന്നും കിട്ടാതെ എന്തൊക്കെയോ അടിപിടി മാത്രം കാണുന്നൊരു ദുരവസ്ഥയിലേക്ക് മാറുന്നത് കാണുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ആരുടെ ഖൈറിനാണ്, ആരെയാണ് നമ്മൾ സഹായിക്കുന്നത്, പിശാച്ചിനെയാണോ അതല്ല അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ പൊരുത്തത്തിന് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊന്ന് ആലോചിക്കുകയും നമ്മുടെ മുൻഗാമികൾ മഹാനായ റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവറുകളും മഹാനായ ശംസുൽ ഉലമയും ഏൽപ്പിച്ചൊരു വലിയൊരു പ്രസ്ഥാനം സമസ്തകളുടെ ജമിയത്തുൽ ഉലമ അതെന്നും അജയ്യമായി ഇസ്സത്തോടുകൂടെ